അടുത്തതായി നിങ്ങൾ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട CH തയ്യിബ് ഉസ്താദ് അവர்களാണ്. അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين ما بعد. ബഹുനരായ അബ്ദുള്ള ഫൈസി, ഉദവി ഫരീദ് സാഹിബ്, താമരശ്ശേരി തുടങ്ങി ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രഗത്ഭരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരുപാട് ഉത്തരവാദിത്തമുള്ള ജോലികൾ ഉള്ളവരാണ് നിങ്ങളൊക്കെ. അതിനിടയ്ക്ക് വിശ്രമിക്കാൻ കിട്ടുന്നൊരു സമയം, അത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, ബഹുമാനപ്പെട്ട സമസ്തയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ തീരുമാനിച്ച്, പ്രത്യേകിച്ച് എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ, യുത്തായുടെ പ്രവർത്തകർ, ഒരുപാട് ക്ലാസ്സുകൾ ട്രെയിനിങ്ങും കഴിഞ്ഞ് ക്ഷീണിച്ച് വീണ്ടും ക്ഷീണിച്ച് ഇരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സെക്കൻഡും നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്ക് രണ്ട് വീട്ടിൽ ഉപകാരപ്രദമായ ഒരു അമലാക്കി അല്ലാഹു ഇതിനെ മാറ്റി തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ സമസ്തയുടെ മക്കളാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ആദർശ പ്രസ്ഥാനം, അതാണ് പരിശുദ്ധ ദീനിന്റെ തനിമ എന്നത്. നമ്മളൊക്കെ അതിൽ ഉറച്ചു വിശ്വസിക്കുന്നു, അത് പ്രചരിപ്പിക്കുന്നു. നമ്മുടെ ഒരു അവകാശവാദം മാത്രമല്ല അത്, ഇന്ന് എതിരാളികളൊക്കെ സമ്മതിച്ചൊരു വസ്തുത കൂടിയാണ്. അതുകൊണ്ടാണല്ലോ കേരളീയ മുസ്ലിങ്ങളായ നമുക്കിന്ന് തലയുയർത്തി നടക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണുള്ളത്. നമുക്കെതിരെയുള്ള കേരളത്തിലുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളും തകർന്ന് തരിപ്പണമായി. മുജാഹിദ് വിഭാഗം എത്ര ഗ്രൂപ്പാണെന്ന് അവർക്ക് പോലും അറിയാത്ത വിധം വീണ്ടും പുലർന്നുകൊണ്ടേയിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി, അത് ഒരു കേവലം തീരെ ഒരു സമൂഹത്തിലും വേരോട്ടമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമായി തകർന്ന് ഒരു ഭാഗത്ത് ചരിത്രത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മറന്നു കളഞ്ഞു ജനങ്ങളെ പ്രസ്ഥാനത്തെ. തബ്ലീഗ് ജമാഅത്ത് ഇതുവരെ സമൂഹത്തിൽ ഞങ്ങൾക്കൊരു ആദർശമൊന്നുമില്ല, ദഅവത്ത് മാത്രമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞ് ജനങ്ങളെ കുറെ കാലൊക്കെ പറ്റിക്കാൻ നോക്കിയെങ്കിലും അവരെ പുതിയ ഖുർആൻ പരിഭാഷയും പ്രസിദ്ധീകരണമൊക്കെ പുറത്തു വന്നതോടുകൂടി അവരെ തനിനിറം സമൂഹത്തിന് ബോധ്യമായി. പിന്നെ കള്ളത്തരീക്കത്തുകൾ ഒരുപാട്, കാശുണ്ടാക്കുന്ന വേദന തട്ടിപ്പ് സിദ്ധന്മാര് ഒരു ഭാഗത്ത്, അതിലൊക്കെ അപ്പുറം ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദന്മാർക്കെതിരെ കേസ് കൊടുക്കുകയും അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തുകൊണ്ട് സ്വന്തം പ്രസ്ഥാനത്തെ വളർത്തിയ യതീമക്കളുടെയും സമുദായത്തിന്റെയൊക്കെ പേര് പറഞ്ഞ് തടിച്ചു കൊഴുത്ത് സുഖിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം, സമസ്തയുടെ പേര് പറഞ്ഞ് നടക്കുന്നവര്, അവരുടെ അനുയായികൾ പോലും, സക്കാഫികൾ പോലും പേര് മുസ്ലിം കൂട്ടി പറയാൻ, ഡിഗ്രി പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവരും തകർന്നുകൊണ്ടിരിക്കുകയാണ്. 89-ലാണ് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിനുശേഷം കുറച്ചാളുകളെ കുരുത്തക്കേട് കാട്ടിയപ്പോൾ ഉസ്താദന്മാര് പുറത്താക്കി. അവര് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും വലിയ നേതാക്കൾ വരെ കൂടൊഴിഞ്ഞ് തറവാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഇവിടുന്ന് ഒരു കുട്ടി പോലും അങ്ങോട്ട് പോയിട്ടില്ല എന്ന് തന്നെ നമ്മുടെ പ്രസ്ഥാന ഹക്കാണെന്നതിന് ഏറ്റവും വലിയ തെളിവാണല്ലോ. ഈ രീതിയിലൊക്കെ യഥാർത്ഥമായ ദീൻ, അത് സമസ്ത വിഭാവനം ചെയ്യുന്ന ആദർശമാണ് എന്നതിന് മറ്റു തെളിവുകളൊന്നും നിരത്തേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ സമസ്ത രൂപീകരിച്ചതോ അതൊരു സംഘടനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. നമുക്കറിയാലോ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 കൊല്ലക്കാലം കൊണ്ട് ദീനി ദഅവത്ത് പൂർത്തിയാക്കി ഹജ്ജത്തുൽ വിദായിൽ വെച്ച് സഹാബത്തിന് കൈമാറി തലമുറകളായി നിലനിൽക്കുന്ന ദീൻ ആ സഹാബത്തിന്റെ കാലത്ത് തന്നെ കേരളത്തിലെത്തി. താബിഈങ്ങളും താബിഈങ്ങളും അല്ലാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളും സാദാത്തുക്കളും വഴിയായിക്കൊണ്ട് നമ്മുടെ നാട്ടിലെത്തി നിൽക്കുന്ന ദീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം തൊട്ട് സ്ഥാപിക്കപ്പെട്ട പള്ളികളിലൂടെ നടന്നു വരുന്ന ആചാരങ്ങൾ, അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ശിർക്കും കുഫ്റും വിദേഹത്തുമായി ചിത്രീകരിച്ച് സമൂഹത്തിൽ ശിഥില പ്രവർത്തനം നടത്തി ഛിദ്രത ഉണ്ടാക്കുന്ന ഒരു വിഭാഗം രംഗപ്രവേശനം ചെയ്തപ്പോൾ
കേരളീയ മുസ്ലിങ്ങളുടെ ഈമാനിനെയും അമലിനെയും സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അന്ന് ഉലമാക്കൾ ഒത്തുകൂടിയത്. സമസ്തയുടെ രൂപീകരണ കൺവെൻഷനിൽ തന്നെ അന്നത്തെ അള്ളാഹുവിന്റെ ഔലിയാക്കളായ ആരിഫ്യങ്ങൾ പണ്ഡിതന്മാർ ഊന്നിപ്പറഞ്ഞൊരു കാര്യമാണത്. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനും അമലും സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി അവർ സംഘടിച്ചു. നേതാവാകാനോ സംഘടന ഉണ്ടാക്കാനോ വേണ്ടി ആയിരുന്നില്ല. മഹാനായ ബാലവി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അതുപോലുള്ള ഒരുപാട് മഹാന്മാർ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ കോഴിക്കോട് മുദാക്കര പള്ളിയിൽ ആദ്യം ഒത്തുകൂടി. ആദ്യം 2-3 സമ്മേളനങ്ങളൊക്കെ നടത്തി ജനശ്രദ്ധയെ ആകർഷിച്ചു. അതിനുശേഷം വ്യവസ്ഥാപിതമായി 1926 ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ടൗൺ ഹാളിൽ ഒത്തുചേർന്നുകൊണ്ടാണ് ഔദ്യോഗികമായി സംഘടനയ്ക്ക് രൂപം നൽകി. അന്ന് അവർ ചെയ്തൊരു പ്രാർത്ഥന നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള നമ്മുടെ ഉസ്താദന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, തീർത്തും അനിവാര്യമായ ഒരു ഘട്ടത്തിൽ കേരളീയ മുസ്ലിം ഉമ്മത്ത് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത പല കാര്യങ്ങളും ദീനിന്റെ പേരിൽ കടത്തിക്കൂട്ടി സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്ന ഒരു വിഭാഗം രംഗപ്രവേശനം ചെയ്യുമ്പോൾ നാട്ടിൽ അനാചാരം അധികരിക്കുമ്പോൾ അതിനെതിരെ പണ്ഡിതന്മാരും മൗനം ദീക്ഷിക്കുകയാണെങ്കിൽ ആ പണ്ഡിതന്മാർക്ക് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകുമെന്ന ഹദീസിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട പണ്ഡിതന്മാർ സമൂഹത്തിന് യഥാർത്ഥ ദീൻ മനസ്സിലാക്കി കൊടുക്കൽ ബാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞ ആലിമീങ്ങൾ ഒത്തുചേർന്നുകൊണ്ട് സമസ്ത രൂപീകരിച്ചവർ ചെയ്ത പ്രാർത്ഥന വരക്കൽ തങ്ങളാണ് ദുആ ചെയ്ത. അല്ലാഹുവേ, തീർത്തും അനിവാര്യമായ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ കുറച്ചാളുകൾ ഒത്തുകൂടി ഒരു സംവിധാനത്തിന് രൂപം നൽകിയിരിക്കുകയാണ് റബ്ബേ. ഇതിനെ ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണേ, ഞങ്ങളുടെ ഈ പ്രവർത്തനത്തെ നീ സ്വീകരിക്കണമേ. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്ത് നല്ല കാര്യം ചെയ്യുകയാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട വിക്കായുടെ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളതാണ്, നമ്മൾ പ്രവർത്തനം ചെയ്യുമ്പോൾ സ്വീകാര്യതയ്ക്ക് വേണ്ടി അത് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും വിശുദ്ധ കഅബയുടെ പുനർനിർമ്മാണം നിർവഹിച്ചതിന് ശേഷവും ദുനിയാവിൽ വെച്ച് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയൊരു അമൽ ചെയ്തു. എന്നിട്ടും എന്താ അവർ പറഞ്ഞത്? റബ്ബനാ തഖബ്ബൽ മിന്ന, പടച്ചവനെ സ്വീകരിക്കണം. അപ്പൊ നമ്മൾ ഈ വിക്കായുടെ സേവനം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. കബൂലിയത്തിനാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. വരക്കൽ തങ്ങളും അതാണ് കാണിച്ചത്, അള്ളാഹുവെ സ്വീകരിക്കണമേ, ഖിയാമത്ത് നാൾ വരെ സംവിധാനത്തിൽ നീ നിലനിർത്തണമേ, നിന്നെ പേടിക്കുന്ന ഉഖ്റവിയായ ആലിമീങ്ങളെ എക്കാലവും ഇതിന്റെ തലപ്പത്ത് നീ കൊണ്ടുവരണേ, അവസാനം ഈ ദൗത്യം ഇമാം മഹദിക്ക് കൈമാറാൻ ഞങ്ങളുടെ പിൻഗാമികൾക്ക് നീ തൗഫീക്ക് നൽകണമേ എന്ന് ദുആ ചെയ്തു. അങ്ങനെ ദുആ ചെയ്തുകൊണ്ടാണ് അവർ ആ സംഘടന രൂപീകരിച്ചത്. അന്ന് അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു പണ്ഡിതൻ, ഒത്തുചേർന്ന പണ്ഡിതന്മാരിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് നവറല്ലാഹു മർകദ. കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് നമ്മൾ സാധാരണ പറയാറുണ്ട്, അറിഞ്ഞുകൊണ്ട് ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത പണ്ഡിതനാണ്. നിങ്ങൾക്കൊക്കെ ഒരുപാട് അനുഭവം ഉണ്ടായിരിക്കാം. എനിക്കുണ്ടായൊരു അനുഭവം, സമസ്തയിൽ ഒരു വിഭാഗം പ്രശ്നമുണ്ടാക്കിയപ്പോൾ യഥാർത്ഥ സമസ്ത എന്താണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേരിട്ട് പല മേഖലകളിലും സമ്മേളനം നടത്തി. ആ സമയത്ത് എറണാകുളത്ത് നടന്ന സമ്മേളനത്തിന്റെ പ്രചരണത്തിന് വേണ്ടി അന്ന് ജാമ്യയിലെ വിദ്യാർത്ഥിയായ ഞാൻ ഉസ്താദുമാർ പറഞ്ഞയച്ച് 2 ആഴ്ച എറണാകുളത്ത് ക്യാമ്പ് ചെയ്തു. ഫരീദ് സാഹിബിന്റെ ഒക്കെ കൂടെ അവിടെ അങ്ങനെ പോയിരുന്നു. അന്ന് സമസ്തയുടെ രംഗത്ത് നമ്മുടെ ഭാഗത്ത് കാര്യമായിട്ട് പ്രഭാഷകരൊന്നും ഇല്ല. ഒക്കെ മറുഭാഗം വിഘടിത നേതാവ് ഗൾഫിൽ പോയി പലിശ പൈസയൊക്കെ വാങ്ങി അത് മൂല്യന്മാർക്ക് വാരി കോരി കൊടുത്ത് കുറെ ആൾക്കാരെ സ്വന്തം സ്വൽപ്പടിക്ക് കീഴിൽ നിർത്തിയിരുന്നു. പത്രങ്ങളും പ്രവർത്തകരൊക്കെ അയാൾ പിടിച്ചു നിർത്തി. നമ്മുടെ കൂടെ ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ മുഖ്ലിസീങ്ങളായ കുറച്ച് ഉസ്താദന്മാർ മാത്രം. ആ ഒരു ഘട്ടത്തിൽ പ്രസംഗിക്കാൻ ആളില്ലാതാകുമ്പോൾ ഒന്നും പറയാൻ കഴിയാത്തവർക്ക് വലിയ മാർക്കറ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ ഞാനും ആർക്കെന്തെങ്കിലും പറയാൻ കഴിയാത്തവരുള്ളവരില്ലാതിരിക്കുമ്പോൾ ആരെങ്കിലൊക്കെ പോകുമല്ലോ. അങ്ങനെ ആ കൂട്ടത്തിൽ ഞാനും അങ്ങനെ എറണാകുളത്ത് പോയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അവിടെ ആ സമ്മേളനം നടക്കുമ്പോൾ പ്രചരണമൊക്കെ നടത്തി സമ്മേളനം നടക്കുന്ന അന്ന് എറണാകുളം സംസ്ഥയുടെ സമ്മേളനം ഡേറ്റ് വരുന്നത് മേഖലാ സമ്മേളനം 88 അങ്ങനെ ആ സമ്മേളനത്തിലേക്ക് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് വരികയാണ്. കണ്ണിയത്ത് ഉസ്താദിനെ മുടക്കാൻ ഒരുപാട് ശ്രമം നടത്തി. ഏതായാലും കണ്ണിയത്ത് ഉസ്താദ് വന്നപ്പോൾ ശംസുൽ ഉലമ ആ ലോഡ്ജിൽ അപ്പുറത്തെ റൂമിൽ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം കണ്ണിയത്ത് ഉസ്താദ് മഗ്‌രിബോട് അടുത്ത സമയത്ത് കയറി വരാം. കണ്ണിയത്ത് ഉസ്താദ് വരുന്നു എന്ന് കേട്ടപ്പോൾ ശംസുൽ ഉലമ തൊട്ട റൂമിൽ നിന്ന് എഴുന്നേറ്റുന്നു. കണ്ണിയത്ത് ഉസ്താദ് കയറുന്നു, സ്റ്റെപ്പ് കയറി വരുന്നു എന്ന് കേൾക്കുമ്പോൾ ശംസുൽ ഉലമ എഴുന്നേറ്റിരിക്കുക, പിന്നെ ഇരിക്കുന്നില്ല. ഒരു ശിഷ്യൻ എങ്ങനെ ഉസ്താദിനെ ആദരിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. അങ്ങനെ എഴുന്നേറ്റുന്നു. കണ്ണിയത്ത് ഉസ്താദ് വരുമ്പോ തന്നെ അങ്ങനെ മഗ്‌രിബ് വാങ്ങി കൊടുത്തിട്ടുണ്ട്. നിസ്കരിച്ചണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ ഹോർലിക്സ് കലക്കി വെച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസ് കൊടുത്തത് കുടിച്ചോളി പറഞ്ഞിട്ട് അത് കുടിച്ചിട്ട് പറഞ്ഞു കുൽക്കു ചെയ്യണം എന്ന് പറഞ്ഞു. മനസ്സിലാവില്ല കുൽക്കു ചെയ്യണം എന്ന് പറഞ്ഞാൽ അല്ലേ, വയൽ വെള്ളം കുപ്പിളിക്കണം എന്ന്.
അതിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുത്തു. അത് വായിലിങ്ങനെ ആക്കിയിട്ട് തുപ്പാണ് നോക്കുമ്പോൾ അടുത്ത ഭാഗത്ത് തുപ്പാൻ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ പറ്റാണ്. എല്ലാം അടിച്ച റൂമാണ്, തുപ്പാൻ പറ്റില്ല. വലത്തോട്ട് ബാത്റൂമിന്റെ വാതിൽ തുറന്ന് വെച്ചിട്ടുണ്ട്, വാഷ് ബേസിനുണ്ട്, ക്ലോസറ്റൊക്കെ ഉണ്ട്, അത് സൗകര്യം, നീട്ടിയാൻ തുപ്പിയാൽ മതി. തുപ്പിയില്ല. അങ്ങനെ ക്ഷീണിച്ചവശനായ കണ്ണിയത്ത് കഴുത്തും കുഴഞ്ഞിങ്ങനെ നിൽക്കുക തുപ്പാതെ. കൂടെയുള്ള ഷെരീഫ് ഗുരുക്കൾ പറഞ്ഞു ഇനി പിടിച്ച് തിരിക്കാതെ നിവൃത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കൂടെയുള്ളവരൊക്കെ പിടിച്ച് സ്ഥാനം ഇങ്ങനെ തിരിച്ച്, ഞാനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു, പിടിച്ചിങ്ങനെ തിരിച്ച് ഇടത്ത് ഭാഗത്ത് തുപ്പാൻ സൗകര്യമായപ്പോൾ മാത്രം ആ ക്ഷീണിച്ചവശനായ മഗ്‌രിബ് നിസ്കരിക്കാൻ ധൃതിയുള്ള കണ്ണിയത്ത് ഉസ്താദ് വായിലുള്ള വെള്ളം തുപ്പിയതിന് ഞാൻ സാക്ഷിയാണ്. അറിഞ്ഞുകൊണ്ടൊരു കറാഹത്ത് പോലും ചെയ്യാത്ത ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്. ഇവരൊക്കെ കൂടി ഉണ്ടാക്കിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അവരുണ്ടാക്കി പിന്നെ കുറച്ചു കാലം അവര് നിരന്തരമായ സമ്മേളനങ്ങൾ, വിധേയ ആശയക്കാര്, പുത്തനാശയക്കാര്, കാദിയാനികൾ അടക്കമുള്ളവർ കേരളത്തിന്റെ ഏതൊക്കെ മുക്കുമൂലകളിൽ മതേതര സ്വാതന്ത്ര്യത്തിന്, മതേതര ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രസംഗങ്ങൾ നടത്തുന്നുണ്ടോ, ആയത്തുകളും ഹദീസുകളും വളച്ചൊടിക്കുന്നുണ്ടോ, അവിടെയൊക്കെ പോയി ശരിയായ ആദർശം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സമസ്ത 20 ചില്ലാനം സമ്മേളനങ്ങൾ നടത്തി ചരിത്രത്തിൽ കാണാം. എന്തിനങ്ങനെ സമ്മേളനം നടത്തുന്ന ഒരുപാട് ചെലവല്ലേ? 90-ാം വാർഷികത്തെ കുറിച്ച് നമുക്ക് അഭിപ്രായമുണ്ട് പലർക്കും. സമ്മേളനങ്ങൾ കൊണ്ടാണ് സമൂഹം, സമസ്ത ഈ ജനകീയ അടിത്തറ ഉണ്ടാക്കിയെടുത്തത്. ഒരു സമ്മേളനം നടക്കുമ്പോൾ അതിൽ വലിയ ഒരുപാട് ആദർശ പ്രചരണങ്ങൾ നടക്കും. അത് കവലകളിലെത്തും, മഹല്ലുകളിലെത്തും. അങ്ങനെയാണ് കേരളീയ മുസ്ലിങ്ങൾ മുഴുവനും ഇന്ന് സമസ്തയുടെ കീഴിൽ ഉറച്ചു നിൽക്കുന്നത്. നേരെ മറിച്ച് മുജാഹിദ്, ജമാഅത്ത്, കാദിയാനി, ഷിയ, ഇങ്ങനെയല്ല, ഷിയ കേരളത്തിലില്ല, ഇങ്ങനെയുള്ള കള്ള തെരീക്കത്തുകളൊക്കെ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തലക്ക് പിടിക്കുന്നതാണ്. വേഗം മനസ്സിൽ കയറുന്ന യുക്തിയിലൂടെയുള്ള കാര്യങ്ങൾ അവർ പറയും. അതിനുള്ള ആയത്ത് ഹദീസ് അവിടുന്ന് ഇവിടുന്ന് ചേർത്ത് ഇങ്ങനെ അവതരിപ്പിക്കുകയും ചെയ്യും. സമസ്തയുടെ ആദർശം മനസ്സിലാകാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. എന്നാൽ ഈ പറഞ്ഞ പ്രസ്ഥാനങ്ങളൊക്കെ പൊള്ളയാണ് എന്ന് സമൂഹം മുഴുവനും ഏറ്റു പറയുന്നത് അവരാരും ആയത്തത് ഹദീസ് നോക്കി കിതാബ് മറിച്ച് നോക്കി പറയല്ല. ഓരോ സമയത്തും സമസ്തയുടെ ആലിമീങ്ങൾ കേരളത്തിന്റെ മുക്കുമൂലകളിൽ സഞ്ചരിച്ച് കുണ്ടും കുഴിയും കുന്നും മലയും കയറി ഇറങ്ങി കഷ്ടപ്പെട്ട് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് ഈ പ്രസ്ഥാനങ്ങളൊക്കെ തെറ്റാണെന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് സമസ്തയുടെ ഏറ്റവും വലിയ നേട്ടം. 1940-50 വരെ സമസ്ത ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ മാത്രമാണ് ചരിത്രത്തിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിന് 2 ഘട്ടമായി തരംതിരിക്കാം. മക്കി അവസ്ഥ, മദനി അവസ്ഥ. മക്കയിലുള്ള അവസ്ഥ റസൂലുള്ള പ്രതിരോധം തന്നെയായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ, ദഅവീ പ്രവർത്തനങ്ങൾ കാര്യം നടത്താൻ കഴിഞ്ഞിട്ടില്ല. മദീനയിൽ പോയി ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ് കാര്യമായി, അതൊന്നും ഇവിടെ പറയേണ്ടതല്ലല്ലോ, നിങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് വരാം നാട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക്. എന്നതുപോലെ ബഹുമാനപ്പെട്ട സമസ്തയെ സംബന്ധിച്ചിടത്തോളം 1950 വരെ ഈ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടുള്ള വിധേയ ആശയക്കാരെ നേരിടുന്ന ഒരു പണി തന്നെയായിരുന്നു. പ്രത്യേകം അവിടെയായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. 46-ൽ കാര്യവട്ടത്ത് നടന്ന സമ്മേളനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ സ്കൂളുകളിൽ വെച്ച് മതപഠനം നടത്തിയെന്ന് ഇതുവരെ ഗവൺമെന്റ് അത് വിലക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ വിദ്യാർത്ഥികൾക്ക് മതപഠനത്തിന് വേണ്ടി സംവിധാനത്തെ കുറിച്ച് ആലോചിക്കണമെന്ന് തങ്ങൾ പറഞ്ഞതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട പണ്ഡിതന്മാരാണ്. പിന്നെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുന്നു, SVS രൂപീകരിക്കുന്നു, ജമിയത്തുൽ മുഅല്ലിമീൻ, ഓരോ ഘട്ടം ഘട്ടമായിട്ട് സമൂഹത്തിന് ആവശ്യമുള്ളതൊക്കെ സമസ്ത ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ചരിത്രങ്ങളിലേക്കും വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കേണ്ട. ഈ കാലത്ത് സമസ്തക്ക് ഏറ്റവും കൂടുതൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പങ്കുവഹിച്ചത് ബഹുമാനപ്പെട്ട അബുൽ ഹഖ് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു സമസ്തയുടെ പ്രസിഡന്റായ കാലത്താണ്. അബ്ദുൽ ബാരി ഉസ്താദ് പ്രസിഡന്റ് ആയതിനു ശേഷമാണ് സമസ്തയിൽ കാര്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വന്നത്. 1951-ൽ എനിക്ക് പറയുന്നതിൽ കുറച്ച് സുഹൃത്തത കൂടി ഉണ്ട്. ഞങ്ങളെ നാട്ടുകാരനാണ് അബ്ദുൽ ബാരി ഉസ്താദിന്റെ നാട്ടുകാരനാണ് ഞാൻ. ഞങ്ങളുടെ നാട്ടുകാരൻ അബ്ദുൽ ബാരി ഉസ്താദ് അല്ല, അബ്ദുൽ ബാരി ഉസ്താദിന്റെ നാട്ടുകാരനാണ് ഞാൻ. നാട്ടുകാരാണ്. 1951-ൽ ഞങ്ങളെ പുതുപ്പറമ്പ് ജുമാഅത്ത് പള്ളിയുടെ മുകളിൽ വെച്ചുകൊണ്ടാണ് ആദ്യമായി ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് ഫണ്ട് രൂപീകരിക്കുന്നതും 1ാമത്തെ മദ്രസയായിക്കൊണ്ട് ഇന്ന് 9500 ചില്ലാനം മദ്രസകൾ സംസ്ഥയുടെ കീഴിലുണ്ടെങ്കിൽ അതിന്റെ നമ്പർ 1 ഞങ്ങളെ മദ്രസയാണ്. അവിടെ നിന്നാണ് തുടക്കം കുറിക്കുന്നത്. അന്ന് ഒരുപാട് ആലിമീങ്ങൾ ഞങ്ങളെ നാട്ടിലേക്ക് ഇങ്ങനെ വരും. അൽബുസ്താന്റെ അനുസ്മരണം കൂടി അല്ലേ, കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞോട്ടെ. ഞാനൊരിക്കൽ SKSFന്റെ തുടക്കകാലം സ്ഥാപക കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാര്യമായ ആൾക്കാരില്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ കഴിയണവർക്ക് എന്റെ തിരക്കുള്ളൊരു സമയമാണല്ലോ. അന്ന് ഞാൻ ദാറുൽ
ഉസ്താദായി സേവനം ചെയ്യുന്ന പഠിപ്പിക്കുന്ന കാലമാണ്. ദാറുലതൊക്കെ ഇതൊന്നും ബാധകമല്ല. 7:15 കൃത്യമായി ക്ലാസ്സിലെത്താൻ എവിടെ പോയാലും വേണ്ടില്ല എന്നുള്ള നയാണ് ദാറുലതയിൽ. പ്രത്യേകിച്ച് ഐദുൽ ഉസ്താദ് പ്രസിഡന്റ് കൂടി ആയതുകൊണ്ട് പ്രത്യേകം നിരീക്ഷണത്തിലായിരുന്നു നമ്മളൊക്കെ ഉണ്ടായിരുന്നത്. കാരണം അങ്ങനെയാണല്ലോ, മറ്റു ഉസ്താദന്മാരുടെ ഇടയിൽ അങ്ങനെ ഒരു വിവേചനം പാടില്ലല്ലോ. അങ്ങനെ മാറഞ്ചേരി എടപ്പാളെടുത്തൊരു മാറഞ്ചേരി ഒരു പരിപാടിക്ക് പോയി. രാത്രി 11 മണിയൊക്കെ കഴിഞ്ഞു. രാവിലെ ദാറുലതയിൽ എത്തണം. ഇന്നത്തെ പോലെ യാത്രാ സംവിധാനമൊന്നുമില്ല. ഞാൻ ആ സംഘാടകരോട് ചോദിച്ചു, എടപ്പാളെത്താൻ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടോ? എന്നാൽ എടപ്പാളിന് പിന്നെ കക്കാട് വരെ പോകാൻ ഏതെങ്കിലും രാത്രി KSRTC ലോറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള അന്നത്തെ നമ്മൾ ഉസ്താദന്മാരൊക്കെ യാത്ര ചെയ്യാം. അവർ പറഞ്ഞു, ആ എടപ്പാൾ എത്തിക്കാനൊരു സംവിധാനം ഉണ്ട്, നമ്മളെ പ്രവർത്തകരുടെ തന്നെ ജീപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എടപ്പാൾ നിർത്താതെ അവർ വണ്ടി വിടുക. അപ്പൊ അവരാദ്യേ തീരുമാനിച്ചു തന്നെ ദാറുലതയിൽ എത്തിക്കാൻ. ഞാൻ ഒരുപാട് പറഞ്ഞു, ഇവിടെ ഇറങ്ങിയാൽ മതി, ഇവിടുന്ന് വണ്ടി ഉണ്ടാവും, വെറുതെ പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവർ വണ്ടി നിർത്താതെ വിടുകയാണ്, ചാടാൻ പറ്റൂല. അങ്ങനെ എടപ്പാളിന്റെ മുമ്പാണ് പിന്നെ പുതുപ്പറമ്പ് വീട്, ചങ്കുവെട്ടി അടുത്താണ്. ഞാൻ പറയുന്ന വീട്ടിൽ പോയാൽ മതി, രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നത്. രാത്രി ഏകദേശം 12 മണി കഴിഞ്ഞ് 1 മണി സമയമായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ബെല്ലടിച്ചപ്പോൾ വാതിൽ തുറന്ന ഐദുൽ ഉസ്താദ്. അപ്പൊ ഈ വണ്ടിക്കാർ യാത്ര അയക്കണേ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു, എവിടുന്നാ വരുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞ മാറഞ്ചേരി. എങ്ങനെയാ വന്നത്? ജീപ്പിനാണ്. ഈ വിളിച്ചു വരിക ചോദിച്ചു. അല്ല, അവരോട് കൊടുന്ന് വിട്ടതാണ്, എന്നായിരിക്കുക. അങ്ങനെ ഇരുത്തി കാലിങ്ങനെ മടിക്ക് വെച്ച് തരും, ഇങ്ങനെ കാല് ഒഴിഞ്ഞു കൊടുക്കാൻ. അവനോട് പറഞ്ഞ വാക്കുകൾ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു പ്രവാചകനും സഹാബത്തും ദീനിനു വേണ്ടി സഹിച്ച ത്യാഗങ്ങളൊന്നും എനിക്ക് പറഞ്ഞതിന്റെ ആവശ്യമില്ല. ഷിജിപ്പ വണ്ടി വിളിച്ചെന്ന് ഈ വാളക്കുള്ളത് മോലിയാരിപ്പാപ്പാന്റെ നാടാ. അബ്ദുൽ ബാരിക്ക് അന്ന് നാട്ടുകാർ പറയുന്ന പേര് മോലിയാരിപ്പാപ്പാണ്. ഇവിടെ ഒരുപാട് നേതാക്കൾ വന്നിട്ടുണ്ട്. ഞാൻ അബ്ദുൽ ബാരി ഉസ്താദിന്റെ അടുത്ത് വന്ന ആളുകളെ ഉസ്താദ് പറഞ്ഞ സംഭവത്തിലൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട പാങ്ങിലും പതിയും കുത്തുബിയും പറവണ്ണയും അങ്ങനെ സംസ്ഥയുടെ കഴിഞ്ഞകാല നേതാക്കളെ കുറെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ബാഫക്കിത്തങ്ങളും പൂക്കോയത്തങ്ങളൊക്കെ വന്ന നാടാണത്. ഒരിക്കൽ സമസ്തയുടെ ഒരു യോഗത്തിന്, രാവിലെ നടക്കേണ്ട ഒരു യോഗത്തിന് രാത്രി നേതാക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അബ്ദുൽ ബാരി ഉസ്താദ് എന്നൊരു മഞ്ചലുണ്ട്. മഞ്ചല പറഞ്ഞാൽ അറിയില്ലേ? 3-4 ആൾക്കാർ ഇങ്ങനെ പിടിച്ചിങ്ങനെ കൊണ്ടുപോണ്. ഈ മഞ്ചലയിൽ ബാഫക്കിത്തങ്ങളും പുറപ്പെട്ടിക്കണം. അതിന്റെ ശേഷം പൂക്കോയത്തങ്ങൾ പാപ്പ എടരിക്കോട് നിന്ന് ഇറങ്ങി. ഞാനും കൂടെ ഉണ്ട്. എന്നോട് പറഞ്ഞു, നമ്മൾ വല്ല അങ്ങനെ നടക്കുക എന്ന് പറഞ്ഞു. 3.5-4 കിലോമീറ്റർ ഉണ്ട് പുറമ്പ്. അന്ന് റോഡില്ല, പനമ്പുല്ലിന്റെ ഇടയിൽ കൂടെ വരേണ്ടത്, പാറപ്പുറത്ത് കൂടി ഇങ്ങനെ. അങ്ങനെ ചൂട്ടുണ്ട് പിടിക്കാൻ. മഴ ഇങ്ങനെ മഴത്തുള്ളി വീണിട്ട് ചൂട്ട് കെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ചൂട്ടിങ്ങനെ കുറെ മിന്നും, കുറച്ച് വെളിച്ചുണ്ടാകുമ്പോൾ നടക്കും, ചൂട്ട് കെടാനാകുമ്പോൾ പിന്നും നിൽക്കും. അങ്ങനെ പൂക്കോയത്തങ്ങൾ പാപ്പ വന്നേ വാളകോട്ടുകാള ജി വണ്ടി വിളിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവരെന്നെ കൊണ്ട് വിട്ടു തന്നതാണ്. ആയിക്കോട്ടെ, ജി വരണം എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഈ ആ പള്ളിക്ക് കിടന്ന് പോന്നാ പോലെ ഇരുന്ന. ചിലപ്പോൾ ചില ആളുകൾക്ക് നിർബന്ധമായിരിക്കും, അവര് വരണം, അവരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പക്ഷെ ഇതിനൊന്നും ഇഖ്ലാസുള്ള പ്രവർത്തനം എന്ന് പറയില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ വേണ്ടി അവർ കത്തിച്ച ഡീസൽ എത്രയാ, ആ സംഖ്യയുടെ അവിടെ എത്ര പ്രവർത്തനം നടക്കും? അതിന് ഈ തടസ്സായില്ല എന്നോട് ചോദിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു ഉപ്പാന്നുള്ള ആൾക്ക് ഈ പാതിരാക്കി എത്തിയിട്ട് എനിക്ക് സന്തോഷമുണ്ട്. ഞാനങ്ങനെ സന്തോഷമില്ലാത്ത ഒരാളെന്ന് മനസ്സിലാക്കൊന്നും വേണ്ട, അത് ഇല്ലായിട്ടല്ല എന്നും പറഞ്ഞു. അപ്പോ ഇങ്ങനെയുള്ള മഹാന്മാരൊക്കെ സമസ്തയ്ക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കോട്ടക്കലങ്ങാടിയില്, കോട്ടക്കൽ പൂളക്കച്ചവടം ചെയ്യുന്ന, കപ്പ അറിയില്ലേ, പൂളക്കച്ചവടം ചെയ്യുന്ന ഒരു കാരണമില്ല, അയാൾ പറഞ്ഞ കഥയാണ്. അയാൾ രാത്രി സുബഹിക്ക് മുമ്പ് തഹജ്ജുദിന്റെ സമയത്ത് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരിക. നല്ല ഇടിയും മിന്നലുള്ള രാത്രിയാണ്, ശക്തമായ ഇടിയും മിന്നലും മഴയും. പള്ളിയിലേക്ക് ഇങ്ങനെ വരുമ്പോ കോട്ടക്കല് പള്ളിയുടെ പരിസരത്ത് അയാള് കപ്പ വിൽക്കാറുള്ള ആ ഒരു തട്ടിക്കൂട്ടി ഉണ്ടാക്കിയൊരു മേശ, ആ മേശയിൽ ചളി പിടിച്ചിങ്ങനെ മണ്ണും ചളിയും, കാരണം മഴയല്ലേ, ഉള്ളൊരു മേശയാണ്. ഇവിടെ യാദൃശ്ചിയായി വെറുതെ നോക്കിയപ്പോൾ നല്ല പേപ്പർ വിരിച്ച്, വൃത്തിയുള്ള പേപ്പർ വിരിച്ചുകൊണ്ട് ഒരാൾ കിടക്കും. സാധാരണ ഒരുപാട് യാചകർ ചുരുണ്ടുകൂടി കിടക്കാറുണ്ട്. പക്ഷെ ഇതല്ല, വൃത്തിയുള്ള പേപ്പർ വിരിച്ച് നല്ല വൃത്തിയുള്ള ഒരു ഓയിൽ മുണ്ട് കൊണ്ട് പുതച്ച ഒരാൾ ചുരുണ്ട് കിടക്കും. ഇയാൾ വല്ല മുണ്ട് പൊക്കി നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് PMS പൂക്കോയത്തങ്ങൾ സമസ്തയുടെ പ്രവർത്തനത്തിന് വേണ്ടി പോയി തിരിച്ചു വരുമ്പോ പാണാക്കാട്ടേക്ക് എത്താൻ കഴിയാതെ വന്നപ്പോ കിടക്കുകയാണ്. ഇങ്ങനെയുള്ള ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഫി തങ്ങളാണെങ്കിലും, പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണെങ്കിലും, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരാണെങ്കിലും, ഇങ്ങനെയുള്ള സമസ്തയുടെ കഴിഞ്ഞകാല ആലിമീങ്ങൾ, അതിനു മുമ്പുള്ള ഒന്നും പറയണ്ട, നമുക്കറിയാം അവരൊക്കെ ചെയ്ത ത്യാഗം. കോഴിക്കോട് മുഷാവറ യോഗം ചേരുമ്പോൾ മുഷാവറ അംഗങ്ങൾക്ക് ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ വരുമ്പോൾ
പഴയ കാലത്തൊക്കെ മുഷാവറക്ക് കോഴിക്കോട് ചേരുന്ന മുഷാവറായിരുന്ന വാളക്കുളം പുതുപ്പറമ്പ് അബ്ദുൽ ബാരി ഉസ്താദ് വലിയ സമ്പന്നനായിരുന്നു. 1960-കളിലൊക്കെ അക്കാലത്ത് 10,000-കണക്കിന് രൂപയുടെ വിലയുള്ള ഭൂസ്വത്തുക്കൾ ഉണ്ടായിരുന്നു. ഒക്കെ സമസ്തക്ക് വേണ്ടിയാണ് ചെലവഴിച്ചത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ പിതാവ് വഖഫ് ചെയ്ത 20 ചില്ലാനം നമ്പർ ഏക്കറക്കണക്കിന് ഭൂമി വഖഫ് സ്വത്തുക്കൾ ഇന്നുണ്ട്. മഹല്ലത്തിലെ പള്ളിക്കും മറ്റു പല കാര്യത്തിനു വേണ്ടി വഖഫ് ചെയ്തു. അവരൊന്നും സമസ്തയോട് സമ്പാദിച്ചവരല്ല. അങ്ങനെ കോഴിക്കോട് മുഷാവറ യോഗം ഉണ്ടാകുമ്പോൾ വാളക്കുളത്തിൽ നിന്നൊരു തോണിക്ക് അരിയും സാധനങ്ങളും നേരത്തെ കൊടുത്തേക്കും കോഴിക്കോട്ടേക്ക്. അതുകൊണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് മുഷാവറയും അതുപോലുള്ള സമസ്തയുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുക. അബ്ദുൽ ബാരി ഉസ്താദിന്റെ സഹായം നിലച്ചതിന് ശേഷം ഒരിക്കൽ ബഹുമാനപ്പെട്ട കെ വി ഉസ്താദ് പറഞ്ഞൊരു സംഭവമാണ്. ഒരു മുഷാവറ യോഗം ചേരുകയാണ് കോഴിക്കോട്. മുഷാവറ മെമ്പർമാർക്ക് ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ വകയില്ല. കോഴിക്കോട് വലിയങ്ങാടിയിലെ അരിക്കച്ചവടക്കാർക്കിടയിൽ ഒരിക്കൽ വയലു നടത്തിയ പരിചയം വെച്ച് ബഹുമാനപ്പെട്ട കെ വി ഉസ്താദ് ഒരു പാത്രവുമായി ചെന്നു. അങ്ങനെ അരി വാങ്ങി അരിക്കച്ചവടക്കാരുടെ അടുക്കൽ. അതുകൊണ്ട് കഞ്ഞി വെച്ചുകൊണ്ട് മുഷാവറ യോഗം നടത്തിയിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ കാല ഉസ്താദന്മാർ. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ഒരു മുഷാവറ യോഗം കഴിഞ്ഞ് കണ്ണിയത്ത് ഉസ്താദ് വാഴക്കാട് മുദരിസാണ്, വാഴക്കാട്ടേക്ക് പോവുകയാണ്. പോകുമ്പോൾ 1 രൂപ ബസ്സിന് കൊടുത്തു. ആ 1 രൂപയുമായി കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോ ഒരു യാചകൻ എന്തെങ്കിലുമൊക്കെ തരണം എന്ന് പറഞ്ഞു. ആ 1 രൂപ എടുത്തു കൊടുത്തു. ഇതിനൊന്നും കയ്യിലില്ല. ഉസ്താദ് നടന്നു, കോഴിക്കോട്ടങ്ങാടിയിൽ നിന്ന് വാഴക്കാട്ടേക്ക് നടന്നു. രാത്രി ക്ഷീണിച്ച് അവശനായി വിശന്ന് ദാഹിച്ച് നടന്ന് അവശനായി ചെന്ന ഉടനെ ഉസ്താദിന്റെ വിഷമം മനസ്സിലാക്കിയ മുതാലിമീങ്ങൾ നേരത്തെ കൊണ്ടെന്ന് വെച്ച ഭക്ഷണത്തിന്റെ പാത്രം കൊടുന്നു കൊടുത്തു. ഉസ്താദ് ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, ഞാൻ കഴിക്കൂല. ഈ ഭക്ഷണം ഈ നാട്ടുകാർ കൊണ്ടുവന്നത് നിങ്ങൾക്ക് ദർസ് നടത്താനാണ്. അതുകൊണ്ട് കുറച്ച് ആളുകൾ വരൂ, ഞാൻ കുറച്ച് കിതാബ് ഓതി തരാം, എന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് കുറഞ്ഞ സെബുക്ക് നടത്തിയിട്ട് ആ ഭക്ഷണം കഴിച്ച ബഹുമാനായ കണ്ണിയത്ത് ഉസ്താദ്. നമ്മുടെ ഉസ്താദുമാരുടെ സൂക്ഷ്മതയാണ് നാം മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളുടെ ദുആ, അല്ലാഹുവേ നിന്നെ പേടിക്കുന്ന ഉഹറവിയായ ആലിമ്യങ്ങളെ എന്നും ഈ സംഘടനയുടെ തലപ്പത്ത് നീ നിലനിർത്തണമേ. അവസാനം ഞങ്ങളുടെ പിൻഗാമികൾക്ക് ഈ ദൗത്യം മഹ്ദി ഇമാമിന് കൈമാറാനുള്ള തൗഫീക്ക് നൽകണമേ എന്ന ദുആ. അതുകൊണ്ടാണ് ഇത്തരം സൂക്ഷ്മതയുള്ള ആലിമ്യങ്ങൾ മാത്രമേ സംസ്ഥയിലുണ്ടാകൂ. അല്ലാത്തവരുണ്ടോ അവർ തെറിച്ചു പോകും. അത് സംസ്ഥയുടെ കറാമത്താണ്. അതുകൊണ്ടാണല്ലോ കണ്ണിയത്ത് ഉസ്താദിന് ശംസുലമക്ക് ശേഷം ഈ സംഘടനയെ നയിക്കേണ്ടത് ഈ വിഘടിത നേതാക്കളായിരുന്നു എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നു. ഫരീദ് സാഹിബൊക്കെ മുമ്പേ ഇതിന്റെ തലപ്പത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഇതൊക്കെ അറിയായിരുന്നു. കണ്ണിയത്ത് കഴിഞ്ഞ ആരാ പ്രസിഡന്റ്, പഠിത്തം വെച്ചോ യാവജനങ്ങള്, ആരാ സെക്രട്ടറി, ഇപ്പുള്ള ഈ ചങ്ങായി, നമ്മളൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നത്. അവരെ വഫാത്തിന് ശേഷമായിരുന്നെങ്കിൽ അവരെ പിടിച്ച് പുറത്താക്കാൻ ആർക്കും കഴിയില്ല. അത്രയും വലിയ ശക്തിയായിരുന്നു അവർ. കണ്ണിയത്ത് ഉസ്താദ് ശംസുലമ ജീവിതകാലത്ത് തന്നെ അവരെ പിടിച്ച് പുറത്തിട്ടത് ഇത് തട്ടിപ്പുകാർക്ക് കയറി കൂടാനുള്ള കേന്ദ്രമല്ലാത്തത് കൊണ്ട് തന്നെ. വരക്കൽ തങ്ങളുടെ ദുആ അങ്ങനെയാണ്, ഉഹ്റവിയായ ആലിമ്യങ്ങളെ ഇതിന്റെ നേതൃസ്ഥാനത്ത് കൊണ്ടുവരണേ. നേരെ മറിച്ച് അവരായിരുന്നുവെങ്കിൽ ഇപ്പത്തെ ഈ മാർക്കറ്റ് മുടിക്കച്ചവടത്തിലൊക്കെ നമ്മൾ പങ്കാളിയായിരുന്നില്ലേ? അതൊക്കെ സമസ്തന്റെ പേരിലായിരുന്നില്ലേ? എന്തൊക്കെ തട്ടിപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഷെയറെ മുബാറക് എന്നത് ചെറിയ കാര്യമാണോ? നിങ്ങൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടോ? സോളമാൻ റുഷദി ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചൊരു മോശമായ വിശേഷണമാണ് പറഞ്ഞത്, അല്ലേ? അത്രയല്ലേ ഉള്ളൂ. ഇയാളെന്താ ചെയ്തത്? ഏതോ മാർക്കറ്റിൽ നിന്ന് ബാർബർ ഷാപ്പിൽ നിന്ന് കൊണ്ടുവന്ന മുടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് പറഞ്ഞ് റസൂലുള്ളാഹിയുടെ ദാത്ത് സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഒരു ശരീരത്തിന്റെ ഭാഗം എന്നാ പറഞ്ഞത്, മാപ്പർഹിക്കുന്നതല്ല. അതൊക്കെ പിന്നെ ഞാൻ എന്റേതാണ് പൂർത്തിയായിക്കോട്ടെ ഞാൻ പറയാം. അങ്ങനെ ഒരുപാടുണ്ട് ക്ലാസ് റൂമുകളിൽ. ഏതായാലും അത് മനസ്സിലാക്കിയിട്ട് തന്നെ ആളുകൾ കൂടഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്, കാരണം ഹക്ക് മനസ്സിലാക്കിയിട്ട്. അപ്പോൾ ഞാൻ എന്റെ വിഷയം അതല്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ഈ സമസ്തക്കെതിരെ 1960-കളിൽ ഒരു സംഘടന ഉണ്ടായി, അഖില കേരള ജമിയത്തുൽ ഉലമ. ഈ അഖില രൂപീകരിച്ച കാലത്ത് തെക്ക് വടക്ക് ഭാഗത്തുള്ള കുറച്ച് വലിയ മൂല്യന്മാരൊക്കെ തന്നെ അതിന്റെ തലപ്പത്തൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഐദുറൂസ് ഉസ്താദിന്റെ ഒരു ഉസ്താദ് അഖിലയിൽ പ്രവർത്തിക്കാൻ പറഞ്ഞു. ഉസ്താദ് ചെറുപ്പം മുതൽ അബ്ദുൽ ബാരി ഉസ്താദിന്റെ അടുത്ത് വരുന്ന സമസ്തയുടെ ആലിമീങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത് ജീവിച്ച ആളാണ്.
അവരുടെ സ്വഭാവങ്ങളൊക്കെ നേരിൽ കണ്ട് പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തി വളർന്ന ഒരാളാണ്. ആ ഉസ്താദിനോട് ഒരു ഉസ്താദ് പറയുന്നത് അഗ്രയിൽ പ്രവർത്തിക്കണം. ആ ഉസ്താദിന്റെ ഉസ്താദായ വലിയൊരാൾ എന്ന് പറഞ്ഞതാണ്, നിങ്ങളെ കുട്ടികളെ കഥയിൽ പങ്കെടുപ്പിക്കണം, ഇതിൽ ചേർക്കണം. അപ്പൊ ഉസ്താദിനോട് പറഞ്ഞു. ഒരു ഉസ്താദ് പറഞ്ഞാൽ അത് കേൾക്കാതിരിക്കാൻ നിർവാഹമില്ല. ഉസ്താദും ശിഷ്യനുമായുള്ള അതപ് അങ്ങനെയാണല്ലോ. ഉസ്താദ് എതിർത്താൽ പിന്നെ ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ. ഇബ്ലീസിന് പറ്റിയ തെറ്റുമല്ലേ ഉസ്താദിനെ എതിർത്തു അല്ലേ? എല്ലാം പഠിപ്പിച്ചു കൊടുത്ത് ഉസ്താദിന് സുജി ചെയ്യാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? സുജി ചെയ്യൂല. അപ്പൊ എന്താ അള്ളാഹ് പറഞ്ഞത്? ഫഖ്റുജ് മിൻഹ, പോ പുറത്ത് സ്വർഗത്തുനിന്ന്. അതിനെ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ഫഖ്റുജ് മിൻഹ, സംസ്ഥന്ന് പുറത്തു പോകാൻ പറഞ്ഞു. ഇത്രേ ഉണ്ടായുള്ളൂ. ഉസ്താദന്മാരെ ധിക്കരിച്ചാൽ പിന്നെ ഫഖ്റുജ് മിൻഹ. ഏതായാലും ഐറോസ് ഉസ്താദിന്റെ ഉസ്താദ് അഖിലയിൽ പ്രവർത്തിക്കാൻ പറഞ്ഞു. ഉസ്താദിന് ഭയങ്കര മാനസിക സംഘർഷം വന്നു. എന്താ ചെയ്യാ? ഉസ്താദാണ് പറയുന്നത് അഖിലയിൽ പ്രവർത്തിക്കാൻ. മാനസികമായി തീരെ താല്പര്യമില്ല. എന്നാൽ ഏതെങ്കിലും ഒരാളോട് ഉപദേശം തേടിയിട്ടാവാം. ആരോടാ ഉപദേശം തേടേണ്ടത്? തന്റെ ഷെയ്ഖ് കൂടിയായ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ റളിയല്ലാഹു അൻഹു. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ അന്ന് കോട്ടക്കൽ പാലപ്പുറ പള്ളിയിൽ ഖൽവത്തിനിരിക്കുകയാണ്. ഖൽവത്ത് പറഞ്ഞാൽ അറിയാലോ അല്ലെ? ഔലിയാക്കന്മാര് വാതിലടച്ചിരുന്ന് ഒരു പുറലോകവുമായി ബന്ധമില്ലാതെ ഒരുപാട് ദിവസങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ചില റിയാദ വീട്ടാൻ വേണ്ടി ചെയ്യുന്ന വിക്രുകൾ ചെല്ലുന്ന ഒരു വേദിയാണ്, ഒരു സദസ്സാണ്, സംവിധാനമാണ് ഖൽവത്ത്. അങ്ങനെ ബാപ്പുസ്താദ് കോട്ടക്കൽ പാലപ്പുറ പള്ളിയിൽ ഖൽവത്തിനിരിക്കുകയാണ്. ബാപ്പുസ്താദിനെ കാണാൻ കഴിയുമൊന്നും അറിയില്ല. ഐദുസ്താദിന്റെ പിതാവാണ് അവിടുത്തെ മുദരിസ് ഖതീബൊക്കെ. ഉപ്പയെങ്കിലും കണ്ടുപോരല്ലാന്ന് വിചാരിച്ചു. ഒരു 12 മണിക്ക് മുമ്പാണ്. പള്ളിയിൽ ആളുണ്ടാവേണ്ട സമയമല്ല. പടിപ്പര കയറി ഒരുപാട് സ്റ്റെപ്പ് കയറി പള്ളിയിലേക്ക് ഇങ്ങനെ വരുമ്പോ പള്ളിയുടെ പൂമുഖത്ത് വരാന്തയിൽ ആരോ ഒരാൾ നിൽക്കുന്ന പോലെ തോന്നി. അടുത്തിരുന്ന് നോക്കുമ്പോൾ ബാപ്പു മുസ്ലിയാരാണ്. അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു. വലൈക്കും അസ്സലാം സലാം മറക്കിയ ഉടനെ ഇങ്ങോട്ട് പറയാണ്, ആളൊന്നും പറയാതെ സമസ്തയിൽ ഉറച്ചു നിൽക്കണം, സമസ്തയിൽ തന്നെ പ്രവർത്തിക്കണം. അത് അള്ളാഹുവിന്റെ ഔലിയാക്കളും മാരിഫ്യങ്ങളും ഉണ്ടാക്കിയ സംഘടനയാണ്, അതിൽ തന്നെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കണം. അതല്ലാത്തതൊക്കെ ഇവിടെ ഇല്ലാതാവും പറഞ്ഞിട്ട് അകത്തേരി വാതിൽ കുറ്റിട്ടു എന്നാണ്. ഉസ്താദ് തീരുമാനിച്ചു സംസ്ഥയിൽ തന്നെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കണം. അങ്ങനെ സംസ്ഥയുടെ പ്രവർത്തകനായി നല്ല ദർശനം നടത്തിയിരുന്നു. 1968 സുന്നിയോജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിക്കൊണ്ട് സയ്യിദ് PMSA പൂക്കോയ തങ്ങളെ പ്രസിഡന്റ് ആയിക്കൊണ്ട് ബഹുമാനപ്പെട്ട കോട്ടുമല മർഹൂം ബാപ്പു മുസ്ലിയാർ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ നിർദ്ദേശിക്കുകയാണ്. കോട്ടുമല ഉസ്താദ് അബൂബക്കർ മുസ്ലിയാരും നവറല്ലാഹു മർക്കദഹു നേതാക്കളും കൂടി പൂക്കോയ തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, മുബാറക്കായ ഒരാള്, അതായത് ഒരു സയ്യിദ് സുന്നിയോജന സംഘത്തിന്റെ തലപ്പത്ത് വരണം, അതുകൊണ്ട് തങ്ങളാവണം എന്ന് പറഞ്ഞു. ഉടനെ പൂക്കോയ തങ്ങൾ പറഞ്ഞു, ഞാൻ ആവാം, ഐദുറൂസ് മുസ്ലിയാർ ഓർഗനൈസർ ആവണം, ആയാൽ ഞാൻ പ്രസിഡന്റ് ആവാമെന്ന് പറഞ്ഞു. അങ്ങനെ പൂക്കോയ തങ്ങൾ ഓർഗനൈസർ ആവാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ 1968 ഐദുറൂസ് ഉസ്താദ് തന്റെ ദർസ് മാറ്റി വെക്കുകയാണ്. അങ്ങനെ ഫുൾ ടൈം സംസ്ഥയ്ക്ക് വേണ്ടി ഫീൽഡിൽ ഇറങ്ങുകയാണ്. പിന്നെ കേരളത്തിന്റെ മുക്കുമൂലകളിൽ സഞ്ചരിക്കുകയാണ്. ഉസ്താദ് മാത്രമല്ല, ഒരുപാട് കൂട്ടത്തിൽ പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഉസ്താദ് ഫുൾ ടൈം പിന്നെ സംസ്ഥയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണ്. അങ്ങനെയാണ് പിന്നെ ഓരോ ഗ്രാമങ്ങളിൽ ചെല്ലുന്നതും മദ്രസകൾ ഉണ്ടാക്കുന്നതും പള്ളികൾ ഉണ്ടാക്കുന്നതും സുന്നിയോജന സംഘം ഉണ്ടാക്കുന്നതൊക്കെ. സുന്നിയോജന സംഘം 1954 രൂപീകരിക്കുമ്പോൾ ആദ്യമായി ഉണ്ടാക്കിയ പ്രഥമ താലൂക്ക് കമ്മിറ്റി തിരൂർ താലൂക്ക് കമ്മിറ്റിയാണ്. ബഹുമാനപ്പെട്ട എം ബഷീർ ഉസ്താദ് പ്രസിഡന്റ് ആയിക്കൊണ്ടുള്ള കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ കീഴിൽ ആദ്യമായി യൂണിറ്റ് ഉണ്ടാക്കിയതും പുതുപ്പറമ്പിൽ തന്നെയാണ്. SYSന്റെ ആദ്യത്തെ യൂണിറ്റ് പുതുപ്പറമ്പിലാണ്. അങ്ങനെ ആദ്യ താലൂക്ക് കമ്മിറ്റി സുന്നിയോജന സംഘത്തിന്റെ ഒരു ദൗത്യവുമായി ഒരു യാത്ര നടത്തുകയാണ്. ആരൊക്കെയാണ് യാത്രാ സംഘത്തിലെ അംഗങ്ങൾ? ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താദ്, മഹാനായ KV ഉസ്താദ്, KP ഉസ്മാൻ സാഹിബ്, ബഹുമാനപ്പെട്ട കക്കാരസം ജിഫ്രി തങ്ങൾ, ഹൈദറോസ് ഉസ്താദ്, എട്രിക്കോട് VT അബ്ദുൽ വക്കോയ തങ്ങൾ, നവറല്ലാഹു മറാഖിദഹും, അവരോടൊപ്പം അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ചുട്ടി തരുമാറാണ്. ഈ ആളുകൾ സമസ്തയ്ക്ക് വേണ്ടി അബ്ദുൽ ബാരി ഉസ്താദിന്റെ സുദീർഘമായ ദുആക്ക് ശേഷം ഇറങ്ങുകയാണ്. അങ്ങനെ കേരളത്തിന്റെ പല ഭാഗങ്ങൾ, ആദ്യം മലപ്പുറം ജില്ലയിലെ പല മഹല്ലുകളിൽ അവർ സഞ്ചരിച്ചു. വയനാട് ജില്ലയിൽ പോയി, കോഴിക്കോട് ജില്ലയിൽ പോയി. ഹസൻ മുസ്ലിയാരും ഷംസുൽ അടക്കമുള്ള വാണിയമ്പൽ ഉസ്താദ് അടക്കമുള്ളവരൊക്കെ അവരെ അനുഗമിച്ചു. അങ്ങനെയാണ് കേരളത്തിൽ സുന്നിയോജന സംഘത്തിന്റെ കീഴിലാണ് ഇത്രയും വലിയൊരു അടിത്തറ സംസ്ഥ നേടിയെടുക്കുന്നത്. ഇന്നിപ്പോ നമ്മളൊരു SYS ആയിട്ടാണ്ട് ഇറങ്ങിയ എന്താ പറയുക ആൾക്കാർ? ഇവിടെ SYS ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പറയും, ഇവിടെ ഇപ്പൊ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ നല്ല ആൾക്ക് മഹല്ല് പോവുകയാണ് അല്ലേ.
അപ്പൊ സുന്നി സംഘം SSF എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കാനുള്ള ഒരു സംഘടനയായി ജനങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അങ്ങനെ കൂട്ടർ അങ്ങനെ ആക്കിയതിനെ. അന്നങ്ങനെയല്ലായിരുന്നു. അങ്ങനെ അവര് ഈ പണ്ഡിതന്മാര് കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് അതിലൊരിക്കെ പറഞ്ഞൊരു കഥ ഞാൻ പലപ്പോഴും പറഞ്ഞ ആളെ കേട്ടിട്ടുണ്ടാകും. കോട്ടക്കലങ്ങാടിയിൽ കോട്ടക്കച്ചന്ത ശനിയാഴ്ച ദിവസം ചന്തയിൽ ഇങ്ങനെ അതിലൂടെ പോകുമ്പോ നല്ല നിസ്കാരത്താമ്പൊക്കെയുള്ള ഒരാളെ കണ്ടു. അയാളോട് ചോദിച്ചു, അയാൾ കോഴിനെ വെക്കാൻ വന്നത് ചന്തയ്ക്ക് അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ എവിടെ നാട്? ഞാൻ ആ ഓമച്ചപ്പുഴ ഭാഗത്താണ്. അന്നത്തെ മഹല്ലാവൂല, ഓമച്ചപ്പുഴ ഭാഗത്താണ്. അപ്പൊ ഉടനെ ചോദിക്കാം നിങ്ങളവിടെ പള്ളി ഉണ്ടോ? അതങ്ങനെയാണ് നമ്മൾ നേതാക്കളെ ഓരോരുത്തരെ കണ്ടിങ്ങനെ ചോദിക്കും അവിടെ പള്ളി ഉണ്ടോ? പള്ളി എല്ലാവരും അവിടെ പോയി പള്ളി ഇതായി കൊടുക്കുകയാണ്. അതവരുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിയിട്ട് പള്ളി ഉണ്ടോ ചോദിച്ചു. ഇല്ല, പള്ളിയൊന്നുമില്ല. അപ്പൊ നിങ്ങളെങ്ങനെ പിന്നെ നിസ്കരിക്കാൻ ചോദിച്ചു. അയാൾ ഇങ്ങോട്ട് തിരിച്ചു ചോദിച്ചു, നിസ്കരിക്കാൻ അവിടെ തന്നെ നേരം സുബൈന് മുമ്പ് പാടത്തേക്കാണ്ട് ഇറങ്ങിയാൽ മരു കഴിഞ്ഞിട്ടാ കയറിയല്ല, പിന്നെ നിസ്കരിക്കാൻ നേരം വേണ്ടേന്ന് ഇങ്ങോട്ട് പറഞ്ഞു. അത് എന്നാലും നിസ്കരിക്കാൻ നിങ്ങളൊക്കെ അവിടെ നിസ്കരിക്കുക, ഞങ്ങളൊക്കെ തിരിച്ചു വന്നതിന് ശേഷം വീടിന്റെ എവിടെയെങ്കിലും പെരയിൽ മൂലക്കെല്ലാം നിസ്കരിക്കും. ജുമായക്ക് എന്ത് ചെയ്തു? ജുമായക്ക് ഞങ്ങൾ 3-4 മൈലാണ്ട് പോയാൽ തിരുവങ്ങാടിക്കോ അല്ലെങ്കിൽ കോട്ടക്കൽ പാലപ്പുറമൊക്കെ കൊണ്ട് പോരുന്നതാണ്. അന്ന് അങ്ങനെ ജുമായക്ക് പോയത്. ഉസ്താദ് ചിന്തിക്കാണ്ട്, റബ്ബേ ആ നാട്ടിൽ പള്ളി ഇല്ലെങ്കിൽ നമ്മൾ അള്ളാഹിനോട് മറുപടി പറയണമല്ലോ. അയാളോട് പറഞ്ഞു, ഞാനൊരു ദിവസം പറഞ്ഞു കൊടുത്തു അന്നാണ്ട് വരാം. നിങ്ങൾ അവിടെ ആരൊക്കെ ഉള്ളത് വെച്ച് 3-4 ആൾക്കാർക്ക് പേരക്കാരന്മാരെ പേര് പറഞ്ഞു. അവിടെ കൂടാൻ പറ്റിയ സ്ഥലം ഉണ്ടോ ചോദിച്ചാൽ പാടത്തൊക്കെ ഒരു ചെറിയ ചായപ്പീടി ഉണ്ടായിരുന്നു. എന്നാൽ അവിടേക്ക് മൈരൂക്ക് ഞാനായിട്ട് എത്തങ്ങൾ അവരോടൊക്കെ ഒന്ന് കൂടാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഉസ്താദ് നിശ്ചയിച്ച ദിവസം അന്വേഷിച്ച് പിടിച്ച് ചൂട്ടും പിടിച്ച് പോവുകയാണ്. ഒറ്റയ്ക്ക് ചെന്നു നോക്കുമ്പോ ഈ പറഞ്ഞ ആളോടല്ല കൂടാനുള്ള ആൾക്കാരും ഇല്ല, ഇയാളാരോട് പറഞ്ഞിട്ടുമില്ല. അന്ന് ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെ കാലമാണ്. ഒഴിഞ്ഞ സ്ഥലത്തിന് ഏതെങ്കിലും വലിയ ആൾക്കാരെ കണ്ടാൽ ജിന്നു കൂടിയതായിരിക്കും, അത് പുറത്തെറിഞ്ഞാൽ മാനസികാവും എന്നൊക്കെയുള്ള വിശ്വാസമുള്ള കാലമായി. അള്ളാഹു ആലം ഇയാളെന്തോ പറഞ്ഞില്ല. ഉസ്താദ് നിരാശപ്പെട്ടില്ല. അയാൾ പറഞ്ഞ ആ ആളുകളൊക്കെ ഓർമ്മ വെച്ച് അവരെ വീടുകളിൽ ചെന്ന് അന്വേഷിച്ച് പിടിച്ച് രാത്രി 10 മണി വരെ അവരെ കണ്ടുപിടിച്ച് മറ്റൊരു ദിവസം നിശ്ചയിച്ച് തിരിച്ചു വരികയാണ്. ചൂട്ടും പിടിച്ച് ഒഴിഞ്ഞ പറമ്പ് കൂടി പാടം തോടൊക്കെ നീന്തി വന്നു. ആ ദിവസം വീണ്ടും പോവുകയാണ്. മഹാനായ അന്നത്തെ കേരളത്തെ ഏറ്റവും നല്ല പ്രൗഢോജ്വല പ്രഭാഷകരായ വയത് പറയുന്ന 4 പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട KV മുഹമ്മദ് മുസ്ലിയാർ, MM ബഷീർ മുസ്ലിയാർ, ഐദുറുസ് ഉസ്താദ്, അതുപോലെ ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ, 4 ആൾ ചെന്നു. അങ്ങനെ പള്ളി ഉണ്ടാക്കുന്നതിന്റെ പ്രാധാന്യം ആദ്യം അവരെ പറഞ്ഞ് പഠിപ്പിച്ചു. അപ്പൊ ഒരു കാരണവര് കുറച്ച് സ്ഥലം കൊടുത്തു. ആ സ്ഥലത്ത് ഇവർ വയല് പറയാ. 2 ആഴ്ചയോളം ഓരോ ആലിമ്യങ്ങളും മാറി മാറി വയല് പറഞ്ഞു കൊടുക്കുക. വയല് പറഞ്ഞ കവറൊന്നും കിട്ടൂല, കൊടുന്നാക്കാൻ വണ്ടി ഉണ്ടാവില്ല. ഇവര് തക്ബീറെല്ലാം ആൾക്കാരെ നേരത്തെ അവിടെ ഏർപ്പാടാക്കണമില്ല. ഇവര് ചെന്ന് വയല് പറഞ്ഞ് ഒരു പള്ളി ഉണ്ടാക്കുന്നതിന്റെ പ്രാധാന്യം നാട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോ സ്ത്രീകൾ ആഭരണങ്ങൾ അഴിച്ചു കൊടുക്കുന്നു, തെങ്ങും കമുങ്ങും വഖഫ് ചെയ്യുന്നു, തൂക്ക് വെച്ച് അതിൽ അരിയിടുന്നു, അതുപോലെ പെട്ടി വെച്ച് അതിൽ ചില്ലിക്കാശിടുന്നു, നാണയത്തുണ്ടുകൾ ഇടുന്നു. അങ്ങനെ ഇട്ടുകൊണ്ട് പള്ളി ഉണ്ടാക്കുന്നു. അങ്ങനെ മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മുത്താലിമീങ്ങളെ വീട്ടിൽ ഭക്ഷണത്തിനുണ്ടാവും. ഉമ്മയും ഉപ്പയും കഞ്ഞി കുടിച്ച് മക്കൾക്ക് വറ്റുകൊടുത്ത് മുത്താലിമീങ്ങൾക്ക് നല്ല ചോറ് കൊടുത്ത് വളർത്തുന്നു. മദ്രസ ഉണ്ടാക്കുന്നതിനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ മദ്രസ ഉണ്ടാക്കുന്നു. ഇങ്ങനെയാണ് കേരളത്തിൽ, ഇതൊരു ഉദാഹരണം മാത്രം, ഓമച്ചപ്പുഴ ഒരു ഉദാഹരണം മാത്രം. ഇങ്ങനെ കേരളത്തിൽ ആയിരക്കണക്കിന് മഹല്ലത്തുകൾ സ്ഥാപിച്ചെടുത്തു. മഹാനായ ശംസുലമ, ബഹുമാനപ്പെട്ട ശംസുലമയ്ക്ക് അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു, ബഹുമാനപ്പെട്ടവരുടെ ആദരവ് മാനിച്ചുകൊണ്ട് UAE ഔക്കാഫ് ഔദ്യോഗികമായി വിരുന്നേർപ്പെടുത്തി. UAE അവിടുത്തെ ഔക്കാഫ് നേരിട്ട് ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി ആദരിച്ചു. ആ പരിപാടിയിൽ UAE ഔക്കാഫിന്റെ മതകാര്യ ഡയറക്ടർ ഇഷാമുൽ ബുർഹാനി ശംസുലമയെ ഇരുത്തിക്കൊണ്ടൊരു പ്രഭാഷണം നടത്തി. അതിൽ അദ്ദേഹം പറഞ്ഞ ഷെയ്ഖ് അബൂബക്കർ, ഈ ഇരിക്കുന്ന ശംസുലമ എന്ന ഷെയ്ഖ് അബൂബക്കർ ലാഹു ആലിമു കേരള വലാഹു ആലിമുൽ ഹിന്ദ് ബൽഹു ആലിമുൽ ആലം. ഇദ്ദേഹം കേരളത്തിൽ ഒതുങ്ങിക്കൂടേണ്ട ഒരു പണ്ഡിതനല്ല, ഇന്ത്യയുടെ മാത്രം പണ്ഡിതനല്ല, മറിച്ച് ലോകത്തിന്റെ മുഴുവനും പണ്ഡിതനാണ്. എന്നിട്ട് അദ്ദേഹം ഒരു കുറ്റസമ്മതം നടത്തുകയാണ് അവിടെ. അദ്ദേഹം പറഞ്ഞു, ഈ ഷെയ്ഖ് അബൂബക്കറിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കുന്നത് പോലെയുള്ള ഒരു വൈജ്ഞാനിക വിപ്ലവം സൃഷ്ടിക്കാൻ ഗവൺമെന്റ് ചെലവിൽ മതപ്രവർത്തനം നടത്തുന്ന അറബ് രാജ്യങ്ങൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്ന്. അത് കുറ്റസമ്മതമായിരുന്നു. നമുക്കറിയാം, നമ്മളൊക്കെ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. നമ്മുടെ മദ്രസകൾ ഓരോ മഹല്ലത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണെന്നുള്ളത്. മദ്രസ കെട്ടിടങ്ങൾ, പള്ളികൾ, മറ്റ് സ്ഥാപനങ്ങൾ, അതിന്റെ ഭൂസ്വത്തുകൾ, മറ്റ് വരുമാനത്തിനുണ്ടാക്കിയ കോംപ്ലക്സുകളൊക്കെ അടക്കം കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഓരോ മഹല്ലത്തിനുണ്ട്. ഇതൊന്നും ജനകീയ ആസൂത്രണ ഫണ്ടോ MLA യുടെ MP യുടെ ഒന്നും ഫണ്ടല്ല.
പാവപ്പെട്ട സമുദായം ചില്ലിക്കാശുകൾ സ്വരൂപിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്തത്. ഓരോ മാസവും ലക്ഷക്കണക്കിന് രൂപ ശമ്പളത്തിൽ ചെലവഴിക്കുന്നുണ്ട്. നമ്മുടെ സമുദായം ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഇഷാമുൽ ബുർഹാനി പറഞ്ഞത്. ഈ ഷെയ്ഖ് അബൂബക്കർ എന്നവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പോലെ വൈജ്ഞാനിക വിപ്ലവം ഉണ്ടാക്കാൻ അറബ് രാജ്യങ്ങൾക്ക് ഗവൺമെന്റ് ചെലവിൽ ദീൻ നടത്തിയിട്ട് പോലും കഴിഞ്ഞിട്ടില്ല. ആ സദസ്സിലന്ന് നിങ്ങളെ സൗദി അറേബ്യയിലുണ്ട്, മക്കയിലെ മുഹമ്മദ് മാലിക്കി ഉണ്ടായിരുന്നു, അദ്ദേഹം സമ്മതിച്ചു. അതുപോലെ കുവൈറ്റിലെ യൂസുഫ് റിഫായി സമ്മതിച്ചു. ഇവരൊക്കെ സമ്മതിച്ചത് ഏറ്റു പറഞ്ഞു. ഈ ഒരു അവസ്ഥയിലേക്ക് സമസ്ത വളർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ നേതാക്കൾ ഒരുപാട് പാടുപെട്ടു. അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ആവശ്യമുള്ളതൊക്കെ ചെയ്തു. കൂട്ടത്തിലൊന്നാണ് ഒരു എന്താ പറയുക, ഒരു വിപ്ലവമാണ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ തുടക്കം. സമസ്തയുടെ പ്രചരണാർത്ഥം മൈദ്രോസ് ഉസ്താദും കെ വി ഉസ്താദും ഉസ്മാൻ സാഹിബെല്ലാം കൂടി ഒരു സമസ്തയ്ക്ക് വേണ്ടി ബോംബെയിൽ ഒരു പര്യടനം നടത്തി. അവിടെ കാസർഗോഡ് ഭാഗത്തുള്ളൊരു മുതലാളി അയാളുടെ ഫാക്ടറിയിലെ കുറെ തൊഴിലാളികളെ ഒരുമിച്ച് കൂട്ടി ഇവർക്ക് എന്തെങ്കിലും ദീന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. അതിൽ 60 ജില്ലാൻ ആളുകളുണ്ടെന്ന് അവർ പറയുന്നത്. അവരൊക്കെ ഇങ്ങനെ വിളിച്ച് പരിചയപ്പെട്ടു നോക്കുമ്പോൾ അവരുടെ പേരൊക്കെ നല്ല നീളമുള്ള പേര്, മുഹമ്മദ് റസൂലൊക്കെ കൂട്ടിയ നല്ല പേര് തന്നെ. പക്ഷെ ഫാത്തി അറിയില്ല, അതുപോലെ ഷഹാത്തുലും അറിയില്ല, ഒന്നും ഇസ്ലാമിനെ കുറിച്ചൊന്നും അറിയില്ല, ഒന്നും അറിയില്ല, നിസ്കാരം അറിയില്ല. അവിടുന്ന് ഇവർ ചിന്തിച്ചു, അല്ലാഹുവേ, കേരളത്തിൽ നിന്ന് ഓരോ വർഷം 100 കണക്കിന് ആലിമീങ്ങൾ തികഞ്ഞ പണ്ഡിതന്മാർ പുറത്തു വരികയാണ്. എല്ലായിടത്തും മദ്രസും പ്രവർത്തനക്കുണ്ട്. വിശാലമായ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ സംവിധാനമുണ്ടെങ്കിൽ തൊട്ടടുത്ത തമിഴ്നാടും കർണാടകയിലും ദീൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് മറുപടി പറയാനല്ലോ എന്ന ഒരൊറ്റ ചിന്ത, ആ ഒരു നെടുവീർപ്പ്, അത് പിന്നത്തെ ജില്ലാ സുന്നി മഹല്ല് ഫെഡറേഷൻ അജണ്ടയായി സ്വീകരിക്കുകയാണ്. അങ്ങനെയാണ് ആദ്യമായി മാതൃകാ ദർസ് സുന്നി മഹല്ല് പരീക്ഷിക്കുന്നത്. സുന്നി മഹല്ല് ഫെഡറേഷൻ ദർസ് നടക്കുന്ന മഹല്ലത്തുകളിൽ ദർസിന്റെ കൂടെ ഇംഗ്ലീഷും ഉറുദും അതുപോലെ മറ്റു ഭാഷകളും ഭൗതിക വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുക. ഞാൻ അതിന്റെ ആദ്യത്തെ വിദ്യാർത്ഥിയായിരുന്നു ദർസിലെ. അങ്ങനെ ദർസിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കും, മാഷ് ഒന്ന് കണ്ട് മങ്കി ഡോഗ് എന്നൊക്കെ പറയും, ഒരു കുഴപ്പമില്ല. അതിന്റെ പരിഭാഷ കേട്ട കാരണന്മാർ കയറി വരും, ഇതിനെല്ലാം നിങ്ങൾക്ക് നിന്നാൻ തന്നെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആ ദർസ് നിർത്തേണ്ടി വന്നു. പിന്നെയാണ് സ്ഥാപനത്തെ കുറിച്ച് ആലോചിക്കുന്നത്. ഇതേ സംവിധാനത്തിലുള്ള സ്ഥാപനം. അങ്ങനെ ഒരുപാട് ആലോചിച്ച് നമ്മൾ സമൂഹത്തിന് ബാധ്യത ഉണ്ടാക്കലല്ലേ സ്ഥാപനം എന്ന് പറഞ്ഞാൽ. 5 ആളുകൾ കോഴിക്കോട് ടൂറിസ്റ്റ് ഹോമിൽ യോഗം ചേരുകയാണ്. ബഹുമാനപ്പെട്ട ദാറുൽ ഹുദയുടെ ബാനി ഹസ്രത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ബഹുമാനപ്പെട്ട ഹസ്രത്ത് ഒരിക്കൽ പറഞ്ഞു, വലിയ എന്നൊക്കെ പറഞ്ഞാൽ എന്താ മനസ്സിലാക്കിയത്, വലിയ വല്ലിട്ട് നടക്കുന്ന ആൾക്കാരാ, ബാപ്പുട്ടി ഹാജി വലിയാണെന്ന് എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. മഹാനായ ബാപ്പുട്ടി ഹാജി, ഐദ്രസ് ഉസ്താദ്, ബഷീർ ഉസ്താദ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന ദാറുൽ ഹുദയുടെ സാരഥികളായ കുഞ്ഞാപ്പു ഹാജി, സേൽവി ഹാജി, അള്ളാഹു ദീർഘായുസ്സ് നൽകട്ടെ. ഇവർ 5 ആളും കൂടി കൂലങ്കം മുഷ്കുഷമായി ചിന്തിക്കുക, എന്താ ചെയ്യേണ്ട ഒരു സ്ഥാപനം, സമൂഹത്തിന് ബാധ്യതയല്ലേ. അവസാനം അവർ തന്നെ ആദ്യം ഓരോ സംഖ്യ മാറ്റി വെക്കുകയാണ്. കഴിവിനനുസരിച്ച് ഓരോരുത്തരും ലക്ഷങ്ങളും ആയിരങ്ങളും മാറ്റിവെച്ചുകൊണ്ട് സ്ഥാപനം തുടങ്ങി. അങ്ങനെ ഘട്ടമായി എന്റെ സിലബസ് അങ്ങനെ പരീക്ഷിച്ചു കൊണ്ടുവന്നതാ. അങ്ങനെ 12 കൊല്ലം ദാറുൽ ഹുദ തുടങ്ങുമ്പോ ബാപ്പുട്ടി ഹാജി മാനിപ്പാടത്ത് ഇങ്ങനെ അവിടെ വോട്ട് കമ്പനിക്ക് വേണ്ടി മണ്ണെടുക്കുന്ന ആ പാടത്ത് ഇങ്ങനെ മണ്ണിട്ട് തൂർത്ത് വരുമ്പോൾ ആളുകളൊക്കെ പറയും ബാപ്പുട്ടി ഹാജിക്ക് സുഖല്ല, ഭ്രാന്താണ്. കാരണം ഈ വെള്ളച്ചളിക്കൊണ്ട് വാങ്ങിയിട്ട് എങ്ങനെ സ്ഥാപനം ഉണ്ടാക്കും? 10 ഏക്കർ സ്ഥലം മണ്ണിട്ട് നികത്തിക്കൊണ്ട്. ബാപ്പുട്ടി ഹാജി നല്ല തിരക്കുള്ള ഡോക്ടറായിരുന്നു. ആ സേവനമൊക്കെ മാറ്റിവെച്ച് മുഴു സമയം ആ പാടത്ത് കൊടയും പിടിച്ചുകൊണ്ട് ലോറിയുടെ ഒപ്പം നടന്ന് മണ്ണിടിച്ച് വീട്ടിൽ നിന്ന് ഫ്ലാസ്കിൽ ചായ കൊണ്ടുവരും. ആ ചായയാണ് കുടിക്കുക. അവിടുത്തെ ഒരു ഭക്ഷണം കഴിക്കൂല, ഒന്നും ഉപയോഗിക്കൂല. അങ്ങനെ സ്ഥാപനം വളർത്തിക്കൊണ്ടുവന്നു. ഈ സ്ഥാപനത്തിന് വേണ്ടി ഒരിക്കൽ കൂടുതൽ പറയാൻ സമയമില്ല, ഒരുപാട് പറയണം. സ്ഥാപനത്തിന് വേണ്ടി ആദ്യമായി UAE പിരിവിന് വേണ്ടി പോവാണ് ഞാൻ. അതിന്റെ ഓർഗനൈസർ എന്നെ പറഞ്ഞേക്കുക. അപ്പൊ ദാറുൽ ഹുദയുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് ഐദ്രസ് ഉസ്താദും ബാപ്പുട്ടി ഹാജി എനിക്ക് നിർദ്ദേശം തരാം ഫോണിന്റെ തലേന്ന്. ഐദ്രസ് ഉസ്താദ് ഒരു പോയിന്റ് പറഞ്ഞു, എന്നോട് പറഞ്ഞു, ദാറുൽ ഹുദയിൽ നടക്കാത്തൊന്നും പോയിട്ട് പൈസ പിരിച്ചൊന്നും കൊണ്ടുവരുത്തിട്ടാ പറഞ്ഞു. ഞാൻ പറഞ്ഞു ബാപ്പുട്ടിയോട് വെച്ച് കുട്ടിക്ക് മനസ്സിലായോ ഉപ്പ പറഞ്ഞ എന്താന്ന്, എന്നെ കുട്ടീന്ന് ആചാര്യം വിളിക്കുക. ഞാൻ പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല ആചാര്യം അങ്ങനെ ശൈലിയാ, മനസ്സിലായിട്ടില്ല. എന്നിട്ട് എനിക്ക് ഗൗരവം പറഞ്ഞു, നിങ്ങൾ UAE പോയിങ്ങാണ്ട് അവിടെ അത്ര ഉഷാറ് അങ്ങനെ ഉഷാറിൽ പഠിപ്പിക്കേണ്ട സ്ഥാപനം അത്ര നന്നായിട്ട് വളരേണ്ട ഉഷാറാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇല്ലാത്തവരെ ഹർഫ് പറഞ്ഞ് നിങ്ങൾ പൈസ പിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അതുകൊണ്ടുള്ള ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. എന്നോട് പറയാം, ഇവിടെ 11.5 വയസ്സ് തികയാത്ത നിർദോഷികൾ, ആചാരം അങ്ങനെ പറയാം, നിർദോഷികളായ ദോഷം ചെയ്യാത്ത നിർദോഷികളായ ചെറിയ മക്കളെ 12 കൊല്ലം ദീൻ പഠിപ്പിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ നമ്മളെ വിശ്വസിച്ചേൽപ്പിക്കുകയാണ്.
ഒരു തെറ്റ് ചെയ്യാത്ത മക്കൾ 12 കൊല്ലം ദീൻ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്ത രക്ഷിതാക്കൾ നമ്മൾ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് ദാറുൽ ഇല്ലാത്ത കാര്യങ്ങൾ അത്ര കായിട്ടാൻ വേണ്ടി അത്ര ഉഷാറാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പൈസ പിരിക്കുകയാണെങ്കിൽ ആ കാശ് കൊണ്ട് ഈ മക്കൾക്ക് തിന്നാൻ കൊടുത്താൽ നമ്മൾ ആ രക്ഷിതാക്കളെ വഞ്ചിക്കലാണ്. മാത്രമല്ല, അങ്ങനെ വളരുന്ന ഒരു മക്കൾ പിന്നെ സമുദായത്തിന് ഉപകരിക്കൂല. അപ്പൊ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ദീനിനെയും വഞ്ചിക്കലാകും. അതുകൊണ്ട് ദാറുൽ നടക്കാത്ത ഒരു പൈസയും ഇല്ലാത്തത് പറഞ്ഞിട്ടുള്ള ഒരു പൈസ ഇങ്ങോട്ട് വേണ്ട. എങ്ങനെയെങ്കിലും പൈസ കൊണ്ടുവരണം എന്നല്ല പറയുന്നത്, വേണ്ടെന്നാ പറയണത്. അവരുടെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. ഹൈദറോസസ് ആണെങ്കിലും ബാബുട്ടിയാജി ആണെങ്കിലും ഒക്കെ ബഷീർ സാഹിബിന്റെ തുടക്കത്തിലേ പോയി. ഇവരൊക്കെ അവരെ സൂക്ഷ്മതയും അതായിരുന്നു. അവിടുന്ന് ഒരു ഫീൽസും ഇങ്ങോട്ട് പറ്റാതെ അവരത് മുഴുവൻ അങ്ങോട്ട് ചെലവഴിച്ചുകൊണ്ട് ദാറുൽ വളർത്തിക്കൊണ്ടുവന്നു. ഇന്ന് പലർക്കും ഒരു പരാതിയുണ്ട്, ഉദവികൾ എന്ന് പറഞ്ഞാല് മറ്റ് സമൂഹം ആദ്യം കുറച്ചാൾ പ്രതീക്ഷ പോലെ കിട്ടുന്നില്ല എന്ന്. അതായത് പള്ളിയിൽ ഇമാം വെക്കാനും തൽക്കീം ചൊല്ലി കൊടുക്കാനും അതിനൊന്നും ഉദവികളെ കിട്ടുന്നില്ല കൂടുതൽ, ശരിയാണ്. പക്ഷെ ഇന്ന് ലോകത്തെ എല്ലാ പ്രധാന കേന്ദ്രങ്ങൾ ഇസ്ലാമിക ദഅവത്തിന്റെ മേഖലയിൽ ഉദവികളാണ്. വിഘടിത നേതാവ് കാന്തപുരം തന്നെ ഒരു അടുത്ത സുഹൃത്തിനോട് മനസ്സ് തുറന്നു. അയാൾ നമ്മളെ കൂടെ വന്നപ്പോൾ സത്യം പറഞ്ഞു. കാന്തപുരം പറഞ്ഞിട്ട് മുടി പ്രശ്നങ്ങളെ രൂക്ഷമായ സമയത്ത് ബഹാവുദ്ദീൻ സാറിന് അതിന് മുമ്പിലുണ്ടായത്. ഇയാൾ അങ്ങോട്ട് പറഞ്ഞു, ബഹാവുദ്ദീനെ കൊണ്ട് ചില്ലറ ശല്യമൊന്നുമല്ല. അപ്പൊ കാന്തപുരം പറഞ്ഞല്ലോ, ഇതൊന്നുമല്ല ബഹാവുദ്ദീനെ കൊണ്ട് നമുക്ക് ശല്യമാകുന്നത്, ബഹാവുദ്ദീന്റെ കയ്യിലാണ് അടുത്ത ഭാവി. ലോകത്തിന്റെ എല്ലാ മേഖലകളിലും ബഹാവുദ്ദീൻ മക്കളെ നിരത്തുകയാണ്. അയാൾ എണ്ണി ഉന്നത ഓഫീസുകളിൽ, വിദേശ രാഷ്ട്രങ്ങളിലെ ഉന്നത ഡിപ്പാർട്ട്മെന്റുകളിൽ, ലോകത്തെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളിൽ, അതുപോലെ മീഡിയകളിൽ, ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളിലും ഉദവികൾ കയറി പോവുകയാണ്. നമ്മളെ കാലം കഴിഞ്ഞു എന്ന് അയാൾ ഇങ്ങോട്ട് പറഞ്ഞു. അയാൾ മനസ്സിലാക്കിയത്. ഇപ്പൊ UAE പെട്രോൾ പമ്പിൽ ചെന്നുകൊണ്ട് നമ്മളെ പ്രവർത്തകർ വല്ല ഉദവി അല്ല സക്കാഫി പെട്രോൾ അടിക്ക്, സിംസാറിലൊക്കെ ഉദവിക്ക് നാട്ടിലിപ്പോ പ്രഭാഷണത്തിന് എത്തേണ്ടതാ, 10,000 ആൾക്കാർ കാത്തിക്കാണ്, സക്കാഫി വേഗം പെട്രോൾ അടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുത്തപ്പോഴുള്ളത്. ഈ രീതിയിൽ ദാറുൽ വലിയൊരു വിപ്ലവമായി മാറിയിരിക്കുകയാണ്. കാരണം അത് അതിന്റെ ഉദ്ദേശശുദ്ധിയാണ് സ്ഥാപകരുടെ. ഇന്നങ്ങനെ തന്നെ അത് പോകുന്നത്. ഇവിടെയുള്ള എന്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ള, നിങ്ങളൊക്കെ ദാറുൽയുടെ കുടുംബത്തിലെ അംഗങ്ങളാണ്. അത് നന്നായി സഹായിച്ചാൽ അത് നമുക്ക് ഫലം ആസ്വദിക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഗവർണറായി പറഞ്ഞയച്ചപ്പോ മുആദ് റളിയല്ലാഹു അൻഹു, മുആദ് ഇതിനൊരു പക്ഷേ നമ്മൾ കണ്ടില്ലെന്ന് വരാമെന്നൊരു സൂചന കൊടുത്തപ്പോഴേക്ക് മുആദ് റളിയല്ലാഹു അൻഹു വിഷമം പ്രകടിപ്പിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെ ആവേശം കൊടുത്തത്? യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ, അല്ലെങ്കിൽ ഖൈറുൽ ലക മിൻ അമരിന്ന. മുആദ്, ഒരാള് നിന്റെ പ്രവർത്തനം കൊണ്ട് നന്നായാൽ ഈ ലോകം മുഴുവനും ദുന്യാവും അതിലുള്ള മുഴുവന് കിട്ടുന്നതിനേക്കാൾ അതാണ് ഉത്തമം എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ദാറുൽ കൊണ്ട് കൊടുക്കുന്ന ഒരു ചില്ലിക്കാശ്, അത് ദാറുൽയുടെ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾ ഒഴുക്കിയ ഒരു തുള്ളി വിയർപ്പ്, അത് നമുക്കൊരു സ്ഥിര വരുമാനമായിട്ട് ഇങ്ങനെ കിട്ടുകയാണ് കബറിലേക്ക്. അതാണ് ജാരിയായ സദഖ. നമ്മുടെ നേതാക്കളൊക്കെ അതിനാ ശ്രമിച്ചത്. അവരെ ബുദ്ധിയും തന്റെയും കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അവരെ സ്വന്തം കാര്യമെല്ലാം നോക്കിയത്. അവർ ദീനിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അതുകൊണ്ട് എന്താ, അവർ ഖബറിൽ കിടക്കുന്നു, പക്ഷേ അവർക്ക് വേണ്ടി സ്വാലിയായ അമലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഖബറിലേക്ക്. നിങ്ങൾ ദാറുൽക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ഈ പ്രവർത്തനം കൊണ്ട് നമ്മളെ ഹുദവികൾ മക്കൾ ലോകത്തിന്റെ പല ഭാഗത്ത് ദഅവത്ത് നടത്തുകയാണ്. ഇപ്പോ കേരളത്തിനപ്പുറത്തേക്ക് ദാറുൽയുടെ പ്രവർത്തനം കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ സുന്നി മഹല്ല് ഫെഡറേഷന്റെ പ്രവർത്തനം നിശ്ചലമായി മലപ്പുറം ജില്ലയിലും കേരളത്തിലൊക്കെ. അന്ന് പലരും പറഞ്ഞിരുന്നു, ബാബുട്ടി ഹൈദർ സോജാർക്ക് ഇത് നിർത്തിയത് തുടങ്ങിയതുകൊണ്ട് എന്താ കാര്യം, മഹല്ല് ഫെഡറേഷന്റെ പ്രവർത്തനമൊക്കെ നിന്നുപോയല്ലോ. പക്ഷെ അവരെന്നൊക്കെ പറയും നമ്മുടെ മക്കൾ അത് ഏറ്റെടുക്കും. ഉദവികൾ അത് ഏറ്റെടുത്തു. ബീഹാറിലും ആസാമിലും കേരളത്തിന് പുറത്ത് ഒരുപാട് മദ്രസകൾ സ്ഥാപിച്ചു. അതുപോലെ ഒരുപാട് ബൈലക്സിലൂടെയും മറ്റും സിംസാറിന്റെ ഒക്കെയുള്ള ക്ലാസ്സുകൾ എത്ര ആയിരങ്ങൾ, 10,000 ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം. ഇങ്ങനെയുള്ള ദഅവത്തിന്റെ മേഖലയിൽ ഇപ്പോൾ ഇവിടുത്തെ പ്രോജക്ട്, പാണക്കാട് പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഓരോ മഹല്ലത്തുകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉദവികൾ ഒരു ഭാഗത്ത്, അതുപോലെ ഒന്നും മറന്നു കളയാൻ പാടില്ല. വാഫികളുടെ പ്രവർത്തനം വേറൊരു ഭാഗത്ത്, ജൂനിയർ കോളേജ് വേറൊരു ഭാഗത്തൊക്കെ നടക്കുന്നുണ്ട്. സമസ്തയുടെ പ്രവർത്തനങ്ങൾ സമസ്ത തുടർന്നിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട വിക്കായ പ്രവർത്തകരെ കണ്ടപ്പോ പരീസാഹിബ് പറഞ്ഞതുപോലെ ലോഞ്ചിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ടായി. SKSF രൂപീകരിക്കുന്ന കാലഘട്ടം
നമ്മുടെ വന്യരായ ഉസ്താദന്മാരെ കോഴിക്കോട് ഓഫീസിൽ ഗരോവ് ചെയ്ത് മുറിയിലിട്ട് അവരെ തടുത്ത് ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്നവരെ ഭീഷണിയായപ്പോ മഹാനായ കണ്ണീസ് സാർ ഷംസുൽമയും കണ്ണീസാടെ വന്നില്ല. ഷംസുൽമയൊക്കെ ആ ഒഴുക്കിയ ആ കണ്ണുനീരിന്റെ ഫലം അതാണ് കേസ്. അന്ന് അവർക്ക് മൂത്രമൊഴിക്കാൻ പോലീസിന്റെ സഹായമാണ് വേണ്ടി വന്നത്. ഇന്ന് നമ്മുടെ വിക്കായയുടെ മക്കൾ കേരളത്തിൽ സജീവമാണ് സമസ്തയ്ക്ക് വേണ്ടി. അതിന്റെ ഭാഗമായി നിങ്ങൾ ഹാജിമാരുടെ സേവനത്തിനും വേണ്ടി നിങ്ങൾ ഇവിടെ സജീവമായിരിക്കണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. SKSF നാമകരണം നൽകിയത് ബഹുമാനപ്പെട്ട ഐദ്രൂസ് ഉസ്താദാണ്. SKSF പേര് പ്രഖ്യാപിച്ചത്. ഐദ്രൂസ് ഉസ്താദിന്റെ അനുസ്മരണത്തിൽ വിക്കായുമായൊരു ബന്ധമുണ്ട്. അത് സ്വാഭാവികമായിരിക്കാം ഈ ഒത്തുചേരൽ. അതൊരു യാദർശികമല്ല, അതിന് ബന്ധങ്ങളുണ്ട്. SKSF ആദ്യമായി ഫണ്ട് തന്നത് ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജിയാണ്. ഞങ്ങളൊക്കെ പരീസാബ് ഞങ്ങളൊക്കെ അതിന്റെ തുടക്കത്തിലുള്ള ആളുകളാണ്. ഇവിടെ ഇരിക്കുന്നുണ്ട് താമരശ്ശേരി. ബഹുമാനപ്പെട്ട ഷംസുൽമയുടെ നിർദ്ദേശപ്രകാരം നന്ദിയിൽ നിന്നാണ് ആദ്യം അതിന്റെ ഒരു ആശയം ഉരുത്തിരിഞ്ഞു വരുന്നത്. താമരശ്ശേരിയും അതുപോലെ നമ്മുടെ സലാം ദാരിമിയൊക്കെ കൂടി. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കട വന്ന് ജാമ്യയിലില്ല. അദ്ദേഹം ജാമ്യ കോഴ്സ് പൂർത്തിയാക്കി പുറത്ത് പുതിയങ്ങാടി മുദരിസായ സമയത്ത് ഹമീദ് ഫൈസിയും ഇവരൊക്കെ ജാമ്യയിൽ വരികയാണ്. കാരണം ജാമ്യയിൽ വെച്ച് അന്ന് ഞാൻ ജാമ്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഉസ്താദന്മാരെ ഇവര് കൂക്കി വിളിക്കുന്നൊക്കെ കണ്ട് ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദും KV ഉസ്താദും KK ഉസ്താദും ജാമ്യയിൽ താഴെ എങ്ങനെ ഇരിക്കുമ്പോ വാക്കോട് പുത്തനഴിയൊക്കെ കടന്നു വന്നപ്പോ വിദ്യാർത്ഥികളുടെ തലയ്ക്ക് മീതിയുള്ള ഹോസ്റ്റലിൽ നിന്ന് കുട്ടികൾ പരസ്യമായി അതാ വരുന്നു പച്ച മൗലാനമാരുടെ ശിങ്കിടികൾ എന്ന് പറഞ്ഞ് കൂക്കി വിളിച്ചപ്പോ ഇവര് കണ്ണുനീരൊടിക്കാതെ ഞങ്ങൾ നേരിൽ കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഗ്രാമങ്ങൾ നടന്ന് കഷ്ടപ്പെട്ട് സമൂഹത്തെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തതിന്റെ പേരിൽ സ്വന്തം മക്കളെ പോലും പട്ടിണിക്കിട്ടുകൊണ്ട് മുത്തഅല്ലിമീങ്ങളെ പോറ്റി വളർത്തി അവരെ വളർത്തിക്കൊണ്ടുവന്നൊരു സമുദായം. അങ്ങനെ ആ വളർത്തിക്കൊണ്ടുവന്ന മുത്തഅല്ലിമീങ്ങൾ ആലിമീങ്ങൾ ഈ ഉസ്താദന്മാർക്ക് നേരെ തിരിയുക, അവരെ കൂക്കി വിളിക്കുക, കല്ലെറിയുക. ഇത് കണ്ട് കരഞ്ഞ ഉസ്താദന്മാരുടെ ദുആ, അല്ലാഹുവേ സമസ്തക്ക് ഇവിടെ ആരും ഇല്ലാത്തൊരവസ്ഥ വരാൻ പാടില്ല, സമസ്ത നിലനിൽക്കണം, അതിന് പിൻഗാമികളെ നീ സൃഷ്ടിക്കണേ എന്നവർ ദുആ ചെയ്തപ്പോൾ ആ ദുആയുടെ ഉത്തരമായിക്കൊണ്ടാണ് 1959 SKSF പിറന്നു വീഴുന്നത്. നമ്മുടെ ഒന്നും പവറല്ല, അത് ഉസ്താദന്മാരുടെ ദുആയാണ്, വരക്കൽ തങ്ങളുടെ ദുആയാണ്. ഇവിടെ ദീൻ നിലനിൽക്കണം, ശരിയായ ദീൻ അത് നിലനിർത്താനൊരു പിൻതലമുറയുടെ വേണം. അത് SKSFയിലൂടെ ഉണ്ടായി. പിന്നെ SKSF നമ്മുടെ സംഘടനയ്ക്ക് പിന്നെ സജീവമാണ്. എല്ലാ മേഖലകളിലും സംഘടനയ്ക്ക് സംവിധാനങ്ങളുണ്ട്, പ്രവർത്തനമുണ്ട്. നമുക്ക് അവരെ പോലെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അവരുണ്ടാക്കി തന്ന വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചാൽ മാത്രം മതി. എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും തോന്നുകയാണ് ഞാൻ ഒരുപാട് പ്രവർത്തിച്ചു എന്ന് തോന്നുകയാണ്, ഇബ്ലീസ് തോന്നിക്കുകയാണ്. ഒരിക്കൽ ഒന്നുകൂടി പറയട്ടെ, നിർത്തുകയാണ്. ഹൈദറസ് ഉസ്താദ് രാത്രി വീട്ടിലേക്ക് കയറി വന്നു. ഏകദേശം സമയം 11 കഴിഞ്ഞിട്ടുണ്ട്. വാതിലിന് മുട്ടി വാതിൽ തുറക്കാൻ പറഞ്ഞു. വാതിൽ തുറന്നപ്പോൾ ഒരു തുണി കൊണ്ടുവരാൻ പറഞ്ഞു ഉടുക്കാൻ. തുണി കൊണ്ടുവന്ന് കൊടുത്തു. പുതിയ ആ തുണി എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി നോക്കുമ്പോൾ കാലിൽ നിന്നൊക്കെ ചോര ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുക, 2 കാലിൽ നിന്ന്. എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ എട്ടരിക്കോട്ട് നിന്ന് കിട്ടുന്ന വണ്ടിക്കൊക്കെ കയറുക. അങ്ങനെ ലോറി എന്തോ കിട്ടി, എട്ടരിക്കോട് ബസ് ഇറങ്ങി, ലോറി വണ്ടി ഇറങ്ങി, അവിടുന്ന് പുതുപ്പറമ്പിലേക്ക് 4 കിലോമീറ്റർ നടന്നു വരികയാണ്. പൻപുല്ലിന്റെ ഇടയിൽ കൂടി പറഞ്ഞല്ലോ. അങ്ങനെ വരുമ്പോ ഒരു മുള്ള് തുണിയിൽ കുടുങ്ങി. ആ മുള്ള് വലിച്ചുകൊണ്ട് വന്നത്. അപ്പൊ ഒരു ഉമ്മാമ്മ ചോദിച്ചു, ആ മുള്ള് ഒഴിവാക്കിയിട്ട് പോന്നാ പോരായിരുന്നോ? അതിൽ പറഞ്ഞു മുള്ള് ഒഴിവാക്കാൻ പറ്റിയില്ല, എന്റെ കയ്യിലൊരു കുടയുള്ളത്, ഒരു കയ്യിൽ ചൂട്ടും. നായ്ക്കൾ ചുറ്റും കൊണ്ട് കൂടിയിട്ട് ഈ കുട കൊണ്ട് നായ്ക്കൾ അങ്ങനെ അടിച്ചടിച്ച് വന്ന് ചൂട്ടും പിടിച്ചുകൊണ്ട് മുള്ള് ഒഴിവാക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് 4 കിലോമീറ്റർ വീട്ടിലേക്ക് വന്നപ്പോഴേക്ക് കാലിനൊക്കെ ചോരയിടിച്ച്. പിന്നെ സുബൈക്ക് ശേഷം ഞങ്ങൾ മക്കളാണ് ആ തുണിന്ന് മുള്ള് വേർപ്പെടുത്തിയത്. തുണിയാകെ കീറിപ്പോയിട്ടുണ്ട്. പിറ്റേ ദിവസം പോവുകയാണ്. നഞ്ഞ് മതി എന്ന് പറഞ്ഞ് നിർത്തല്ല. പിന്നെയും ആരെയും കണ്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ നാട്ടിൽ പള്ളിയുണ്ടോ, മദ്രസയുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാക്കാനുള്ള സംവിധാനത്തെ കുറിച്ച് ആലോചിച്ച് അതിനുവേണ്ടി പിന്നെയും പോവുകയാണ്. ഇങ്ങനെ ദീൻ ഉണ്ടാക്കിയ നേതാക്കൾക്ക് ഇന്ന് സുന്നി പോരാ, ഡോസ് പോരാ എന്ന് പറഞ്ഞ് നടക്കുന്നൊരു വിഭാഗം. ഇവരൊക്കെ ഈ സമുദായത്തിന്റെയും സ്ഥാപനങ്ങളുടെയും പേര് പറഞ്ഞ് തടിച്ച് കൊഴുത്ത് ലോകത്തിലെ ഇന്ത്യയിലെ 1ാം നമ്പർ കോടീശ്വരന്മാരായി സുഖിച്ച് ജീവിക്കുകയാണ്. അവരുടെ കഴിഞ്ഞകാല സാമ്പത്തിക സ്ഥിതി ഓരോ നാട്ടിലും പോയി അന്വേഷിക്കണം നിങ്ങൾ. ഇപ്പൊ അവരാരാന്ന് അന്വേഷിക്കണം. ഇപ്പൊ അവർക്ക് റസൂൽ എന്താ, നബിയില്ല, ഒന്നുമില്ല. റസൂലാക്ക് മുഇസ്സത്തും ഇല്ല, സമ്പത്ത് മാത്രം. അതിനുവേണ്ടി എല്ലാം മറന്നു. അതുകൊണ്ട് അവര്
ചെതറിപ്പോയിരിക്കുകയാണ്. പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഐദ്രോസ് ഉസ്താദ് അതുപോലെയുള്ള നേതാക്കളൊക്കെ അവർ ഇഖ്ലാസ് മാത്രമേ നേടും മുമ്പിൽ അള്ളാഹുവിന്റെ അടുത്ത് കൂലി കിട്ടണം, അത് മാത്രം. ദീനിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ജനങ്ങൾ എന്ത് പറയട്ടെ അവർ നോക്കാറുണ്ടായിരുന്നില്ല. ഉസ്താദിന്റെ ഒരുപാട് കാര്യങ്ങൾ, ഉസ്താദ് തെർബിയത്തൊക്കെ ഒരു പ്രത്യേക രീതിയായിരുന്നു. ഇവിടെ പറഞ്ഞല്ലോ നേരത്തെ, ഞങ്ങളെ നാട്ടുകാരനായ ഒരാള് എസ്എഫ് സ്ഥാപിച്ച കാലത്ത് അദ്ദേഹം നല്ലൊരു അടിപൊളി ഫാഷനിൽ നടക്കുന്ന ഒരാളായിരുന്നു. അന്നത്തെ ഫാഷൻ ഹിപ്പി മുടി, ഓർമ്മ ഉണ്ടാവും. ഹിപ്പി, അതുപോലെ കൃതാപ്പ് പറഞ്ഞ് ഇവിടുന്ന് കുറച്ചുകൂടി മുറിച്ചിട്ട് ഇങ്ങനെ വെക്കണ കൃതാപ്പ്, ഇങ്ങനെ ബെൽബോട്ടും പാന്റ്, അങ്ങനെയൊക്കെയാണ് വേഷം. ഇവൻ എസ്എഫിന്റെ സജീവ പ്രവർത്തനം, എസ്എഫ് ഉള്ളൂ കേട്ടോ, അത് തെറ്റിദ്ധരിക്കണ്ട. അതിൽ തങ്ങൾ പ്രസിഡന്റ് ആയ കാലത്താണ്. ബഹാവുദ്ദീൻ ഉസ്താദ് സെക്രട്ടറിയും അന്ന്. എസ്എഫിന്റെ സജീവ പ്രവർത്തകനാണ് എന്നാ ഈ വേഷമാണ്. അങ്ങനെ വളവന്നെ ഒരു ബാഫയത്തിങ്ങാന്റെ ഒരു ദിക്ർ വാർഷികം എന്തോ ഒരു പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ ഐദർ ഉസ്താദിനോട് പറഞ്ഞ് വണ്ടി കയറി കുട്ടി കൊയിൽ ഇറങ്ങാറുണ്ട്. ഇവ പറഞ്ഞാൽ ഞാൻ വേറെ അല്ല, ദീ കയറി കുറച്ചു നേരം സംസാരിക്കാമല്ലോ. ഇവനെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് ഇവന്റെ വല്ലിപ്പ മുതൽ ഞങ്ങളെ നാട്ടിൽ ചെയ്ത സേവനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, വലിയ നിയമത്തായത് നിങ്ങളെ കുടുംബം ഉണ്ടായിട്ടാണ് പള്ളിയിൽ പട്ടിണി മാറി, അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുന്ന്. അപ്പൊക്കെ ചെയ്യുന്ന എന്താ അറിയാം, ഇവന്റെ മുടി ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ആക്കി ഒരു ഉസ്താദ് തൊപ്പെടുത്ത് അവന്റെ തലയിൽ അങ്ങനെ വെച്ചു കൊടുത്ത്, പിന്നെ ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞ് അതിനുശേഷം ഇങ്ങനെ തലയോട്ട് കുമ്പിട്ട് ഞാൻ വേക്കല എന്താ അപ്പൊ ചെയ്തെന്ന് കണ്ടില്ല. എന്നോട് ചോദിച്ചു എന്താ ചെയ്തിരുന്നത്. അപ്പൊ പറഞ്ഞ് എന്റെ പാന്റ് ഇങ്ങനെ നെരിയാണിക്ക് അടിയിൽ ഇങ്ങനെ മുട്ടിച്ചു തന്നു എത്രയാന്നുള്ളത്. അതുപോലെ ബെൽബോട്ടം നല്ല ലൂസായി കിടക്കല, അതിങ്ങനെ കയ്യിന്റെ മുളം വെച്ച് അളന്നു തന്നു. ഇതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുട്ടിയും വലിയ ഉഷാറാണ്, ദീനുണ്ടല്ലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ 5 കുട്ടി ഇറങ്ങി പോയിക്കോളി എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചു. അയാൾ അതിനുശേഷം, അയാളെ പേര് പറയുന്നത് എന്നോട് പറഞ്ഞുകൊണ്ട് പേര് പറയില്ല, അയാൾ അതിനുശേഷം ഹിപ്പി ഒഴിവാക്കി തൊപ്പി വെച്ചു, നല്ല താടി വെച്ചു, ബെൽബോട്ടനൊക്കെ ഒഴിവാക്കി നല്ലൊരു പ്രവർത്തകനായി മാറി. അവരക്ഷരം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതൊരു ഉസ്താദിന്റെ തെർബിയത്തിന്റെ രീതിയായിരുന്നു. ഞങ്ങൾ നല്ലൊരു ഫൈസി തന്നെ ഒതെടുക്കുമ്പോൾ ഉസ്താദ് അവിടെ അങ്ങനെ നിന്നു. ഒതെടുത്ത് വന്ന് കണ്ടു വെച്ച് കുട്ടിക്ക് എന്താ ജലദോഷം ഉണ്ടോ ചോദിച്ചു. ഉസ്താദ് ജലദോഷമൊന്നും ഇല്ലല്ലോ. അതുണ്ട്, എന്തോ ഒരു വിഷമമുണ്ട്, തലവേദന ഉണ്ടോ ചോദിച്ചു. അതുമില്ല. പിന്നെന്താ കുട്ടി തല അടിയപ്പോ ഇങ്ങനെ ലേശം ഒന്ന് തോണ്ടി, തല മുഴുവൻ തടങ്ങുന്ന സുന്നത്ത് കുട്ടിക്ക് അറിയായിട്ടല്ല, ഞാൻ വരുന്ന വെള്ളം തട്ടി എന്താ പ്രശ്നം ഉണ്ടാക്കി, അന്നാ പോയിക്കോളി എന്ന് പറഞ്ഞു. അയാൾ പറയണ ഇന്നും ഞാൻ തല അടങ്ങുമ്പോൾ അത് ഓർമ്മ വരും. ഞാൻ തന്നെ, ഞങ്ങളെ മക്കളൊക്കെ തെർബിയത്ത് പ്രത്യേക രസമായിരുന്നു. ചെറുപ്പത്തിൽ നല്ല കാശ് തരും ഉസ്താദ്, വീട്ടിൽ നല്ല പൈസ തരും. പൈസ തരുമ്പോ ചിലരൊക്കെ പറയും ഇതിനെത്ര പൈസ കൊടുക്കുന്നത്. ഞാൻ പറയും പൈസ സ്വന്തം പൈസ കിട്ടിയില്ലെങ്കിൽ ആരാണ്ട് കക്കല് പഠിക്കും, അപ്പൊ അതുകൊണ്ട് അത് സ്വന്തം പൈസ തന്നെ നല്ലത്. അങ്ങനെ പൈസ ഒന്ന് അങ്ങനെ ഒരിക്കൽ ഞാൻ മദ്രസ പഠിക്കുമ്പോൾ ഒരു കുഞ്ഞാ മുസ്ലിയായിരുന്നു. അയാളൊരു വേഷം, നല്ലൊരു ഇസ്തിരി വെച്ച തൊപ്പി, ഒരു മഞ്ഞ ടർക്കി തോളില്, ഒരു ടെർലി ഷർട്ട്, ടെർലി എന്ന് പറഞ്ഞാൽ എന്തോന്നും എനിക്കറിയില്ല, ടെർലി ഷർട്ട്, നല്ലൊരു മൗലാന തുണി, കുറച്ച് കനുള്ള ചെരുപ്പ്. മദ്രസ വന്നപ്പോൾ എനിക്ക് നന്നായി തോന്നി. ഞാൻ അതേമാതിരി കോട്ടക്കലങ്ങാടി പോയിട്ട് അതേമാതിരി ഒക്കെ എടുത്ത് അടുപ്പിച്ച് അല്ല ആ ഗെറ്റപ്പിൽ ഇങ്ങനെ എനിക്ക് പള്ളിക്ക് നിസ്കരിക്കാൻ വന്നപ്പോൾ ഉപ്പ കണ്ട്. അപ്പൊ എനിക്ക് തോന്നി അത്ര ഇഷ്ടമായിട്ടില്ല. വീട്ടിലൊന്ന് ഭക്ഷണം കഴിച്ച് വീണ്ടും പള്ളിയിൽ പോകുമ്പോൾ വീട്ടുകാരൊക്കെ വിളിച്ചു, ഉമ്മാനെ എല്ലാവരും വിളിച്ചു, നിങ്ങൾ എല്ലാവരും വരികയായിരുന്നു. എന്തിനാ തന്നെ ഒരു കാര്യം പറയാണ്ട് വിളിച്ച് എല്ലാവരും വിളിച്ചിട്ട് ആദ്യം എന്റെ തലയിൽ നിന്ന് തൊപ്പിടുത്തിപ്പാണ് തലിക്കാണ്ട് വെച്ച്. എന്നിട്ട് ഉമ്മാനൊക്കെ ചോദിച്ചു, കണ്ടത് നല്ല രസമല്ലേ, എന്താ ഇപ്പം ഇങ്ങനെ വെച്ചാൽ അതിന്റെ രസം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ ടർക്കി എടുത്തിട്ട് പല തോളിലിട്ട് അതിന്റെ കണ്ണും പോറൊക്കെ പ്രത്യേകം ഇങ്ങനെ തിളങ്ങണില്ലേ. പിന്നെ എന്റെ ഷർട്ട് ഇങ്ങനെ പിടിച്ചു, അവന് ഊരിട്ടില്ല, ഷർട്ട് ഇങ്ങനെ പിടിച്ചു നോക്കി, തുണിയൊക്കെ നോക്കി, ചെരുപ്പൊക്കെ നോക്കി പറഞ്ഞ് ഇതൊക്കെ ഇട്ട് അങ്ങനെ പോകുമ്പോഴത്തേന് അയൽവാസികൾ മുഴുവൻ മൂക്കത്ത് വിരലിച്ച് ഇങ്ങനെ നോക്കുന്നിട്ട് ആരെ കുട്ടിയാന്ന് ചോദിക്കും. അപ്പൊ എനിക്കുള്ളപ്പോ അതിന്റെ സ്ഥാനം ചുരുമാനെന്ന് പറഞ്ഞിട്ട് അങ്ങാടിക്ക് എന്ന് കണ്ട ആൾക്കാരും കണ്ട് സ്വീകരിക്കണമെന്നും പള്ളിയിൽ പോകുമ്പോൾ എല്ലാവരും ഇന്നെ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞിട്ടാണ് എരപ്പാക്കിയിട്ടാണ് വിട്ടത്. എന്ന് പറഞ്ഞ ഈ പൈക്കോ നേരെ വൈകി പൈക്കോട്ടെ എന്നും പറഞ്ഞു. ഇന്നും ഞാനൊരു പുതിയ ഡ്രസ്സ് എടുക്കുമ്പോൾ എനിക്കത് ഓർമ്മ വരും. മുടിയൊക്കെ കൂടുതലുണ്ടാവുമ്പോ ഉമ്മാന്റെ അടുത്ത് കുറച്ച് പൈസ എടുത്തു കൊടുക്കും. ഇത് നല്ല പുകണ്ണാന്നാ പറഞ്ഞത്, എന്താ ഹെയർ ഓയില്. അതുപോലെ നല്ലൊരു കണ്ണടി ചീർപ്പൊക്കെ വാങ്ങിക്കൊടുക്കും. ഓനെ നമ്മോട് നേരിട്ട് പറയാൻ കഴിയൂല, നമ്മൾ മനസ്സിലാക്കേണ്ടേ അറിയും. അപ്പോഴാൻ പോയി മുടി വെട്ടുക. അങ്ങനെയുള്ള ഒരു പ്രത്യേക തെർബിയത്തിന്റെ രീതിയായിരുന്നു. അങ്ങനെ എതിർത്ത് പറയില്ല. ഈ രീതിയിൽ മടക്കി കുത്തിയിരിക്കുന്ന ആൾക്കാരെയൊക്കെ ആ മടക്കി കുത്തിന്റെ ആ ഭാഗം എല്ലാവരും ഇങ്ങനെ വീയും വർത്താനം പറയുമ്പോൾ. അപ്പൊ എനിക്കെന്താ തോന്നുന്നത് ഇതൊരു മോശം, പിന്നാണ്ട് ഒഴിവാക്കും, പിന്നെ ഒരു തുണി താത്തിയിടും. ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രായമുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യും. ഈ രീതിയിലുള്ള തെർബിയത്തായിരുന്നു. അത് നേരത്തെ പരിസായി പറഞ്ഞ മനസ്സിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് എന്നാൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഇടപെടലിലൂടെയായിരുന്നു ഉസ്താദ് പള്ളി സമീപിച്ചിരുന്നത്. ഈ രീതിയിൽ തന്നെ സമസ്യ ഉണ്ടാക്കിയത്. ആ വ്യക്തിത്വം മനസ്സിലാക്കി ഒരുപാട് പറയാനുണ്ട്. വീട്ടിലൊക്കെ ഉള്ള ഒരിക്കൽ ഞാൻ ഭക്ഷണം കഴിച്ചിരിക്കാം. ഇത് ഞാൻ
ഇന്നത്തെ ഈ പുതിയ സമൂഹത്തിന്റെ ഈ രീതിയിലുള്ള അഗ്രസ്ഥാന്റെ ഒരു വേദന കൂടി നിങ്ങൾ അറിയിക്കാൻ വേണ്ടി പറയണം. ഒരിക്കൽ ഞാനും ഉപ്പിടി, അപ്പൊ എനിക്കൊരു മോശമായി തോന്നുന്നത് പറയുമ്പോൾ, ഞാനും ഉപ്പിടി ഭക്ഷണം കഴിച്ച് നിൽക്കുമ്പോൾ ഒരു യാചകൻ വന്നു. അങ്ങനെ തോർത്തുകൊണ്ടൊക്കെ തലി കെട്ടിക്കാണ്ട് ഇങ്ങനെ കള്ളുപിടിച്ചൊക്കെ നടക്കുന്ന ടീമുണ്ട്. തമിഴന്മാരന്നിങ്ങനെ യാചിക്കാൻ നടക്കും നമ്മുടെ നാട്ടിലൊക്കെ. അങ്ങനത്തെ ഒരു അയിപ്പെട്ട ഒരാള്, അയാൾ ചെയ്യുന്നല്ല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം അടക്കി. അപ്പൊ ഒരു ഉച്ച സമയം ചോറ് വെച്ചില്ല എന്നിട്ട് വെച്ചോളി പറഞ്ഞു. ഞങ്ങൾ എഴുന്നേറ്റിക്കണം. അവിടെ പ്ലേറ്റൊക്കെ ബാക്കിയുണ്ട്. ഇയാൾ ഭക്ഷണം ഇങ്ങനെ കഴിക്കുമ്പോൾ ഇയാളെ വായിന്ന് വറ്റിങ്ങനെ വീഴാൻ തുടങ്ങി. ഉപ്പ വറ്റെടുത്തിട്ട് ഇങ്ങനെ തുടച്ചിട്ട് ഉപ്പാന്റെ വായിക്കിട്ട് എനിക്കെന്തോ തോന്നി. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് മാറി നിന്നു. അയാളെ തൊള്ളിന്ന് ചാടിയ വറ്റ് എന്നേ പറഞ്ഞോളൂ. അപ്പൊ എന്നോട് പറഞ്ഞ മറുപടി, അന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഇന്നത്തെ ആലിമീങ്ങൾ ഇറക്കിയ ഫത്വയാണ് ഇറക്കിയത്. ഇന്നത്തെ ആലിമീങ്ങൾ ഇറക്കുന്ന ഫത്വയാണ് ഇറക്കിയത്. അങ്ങനത്തെ ആലിമീങ്ങളൊക്കെ ദീൻ നടത്തുന്ന കാലാകുമ്പോഴത്തേനും മരിച്ചു പോവുകയാണ് നല്ലത്. എന്നിട്ട് എന്നോട് പറഞ്ഞ ഏത് നിൽക്കാ പറഞ്ഞു, ഈ വിവരമുള്ള മനുഷ്യനാണല്ലോ. അയാൾ മുസ്ലിമായ ഒരു മനുഷ്യനാണ്, സലാം ചൊല്ലി വന്ന മുസ്ലിമായ ഒരു മനുഷ്യൻ. മുസ്ലിമായ വറ്റ് എന്ന് പറഞ്ഞാൽ ഹുർമത്തുള്ള ഒരു സാധനമാണ്. എവിടെ കണ്ടാലും നമ്മൾ ബഹുമാനിക്കേണ്ട സാധന വറ്റ്. മുസ്ലിമായ മനുഷ്യന്റെ വായിന്ന് ചാടി വറ്റിന് ഞാനൊന്ന് ബഹുമാനിച്ചു, ആദരിച്ചു. അത് തെറ്റായി തോന്നിയെങ്കിൽ അത് അന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നത്. എന്നത്തെ ആലിമീങ്ങൾ അങ്ങനെയാണ്. അവരൊക്കെ ദീൻ നടത്തുമ്പോഴേക്കും മരിച്ചു പോകുക നല്ലത്. ഇതായിരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ സമസ്തയുടെ ആലിമീങ്ങൾ. അവര് നമ്മൾ ദീൻ പഠിക്കേണ്ടത്. ഞാനൊരിക്കൽ ദാറുൽഹുദയില് ഇങ്ങനെ ചെല്ലുമ്പോ ബാപ്പുട്ടി ഹാജി അവിടെ മുറ്റത്തിട്ട മണലിന്റെ അടിയിൽ നിന്ന് അന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളെ കൊണ്ട് ചെറിയ മെറ്റലിന്റെ പീസ് ഇങ്ങനെ പെറുക്കിക്കുന്നുണ്ട്. മണലിങ്ങനെ ചെതറിക്കെടുക്കുന്ന മെറ്റൽ 10 ഏക്കർ കണക്കിന് ഭൂമിന്ന് അവിടെ ഇടക്കിടക്ക് ഓരോ മെറ്റൽ ഇങ്ങനെ പെറുക്കിക്കുകയാണ്. അസന്തേഷം. ഞാൻ ചോദിച്ചു, ഇത് എന്തിനങ്ങനെ പെറുക്കണ ചോദിച്ചു. എന്നോട് ചോദിച്ചു, കുട്ടിപ്പെടുക്ക പോണത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ബാദിസ്ഥാന്റെ വരിക്ക് പെങ്ങളോട് പോകണം, എന്നാ പോയിട്ടുണ്ട് വരികയാണ്. ഞാൻ സത്യത്തിൽ നിന്ന് മറന്നിക്കണം. ഞാൻ കുറെ കഴിഞ്ഞിങ്ങനെ അന്ന് പുസ്തകം ബാവുട്ടീനെ കാത്തിക്ക. എന്നെ വിളിച്ചിട്ട് പറഞ്ഞോട് വരി, കുട്ടി ഇന്നെ ഉപദേശിക്കേണ്ട ആളാ എന്നോട് പറഞ്ഞു. എന്നിട്ടൊരു കൂട്ടം കാണിച്ചു തന്നു. ഇത് മെറ്റലിന്റെ ഒരു കൂട്ടമാണ്. ഈ മെറ്റൽ സമുദായം നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ്. ജനങ്ങളെ പൈസയാണ്. നാളെ അള്ളാഹിനോട് നമ്മൾ മറുപടി പറയേണ്ടതാ. ഇത് ഈ മണലിങ്ങനെ ചെതറി കിടന്നിട്ട് ഒരു കാര്യമില്ല. ഇതിപ്പോ എവിടെയെങ്കിലും ബിൽഡിങ്ങിന്റെ ഒരു മൂലയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് ആചാര്യ പറഞ്ഞു. ഈ രീതിയിലാണ് നമ്മുടെ സമസ്തയുടെ ആലിമീങ്ങൾ. അവരൊക്കെ ജീവിതം അങ്ങനെയായിരുന്നു. ഒരുപാട് ആളുകളുമായി അടുത്തിടപഴകാൻ അവസരം കിട്ടിയത് കൊണ്ട് തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കുന്ന എത്ര അപ്പുറമാണ് അവർ. കൂലിക്ക് വേണ്ടി അള്ളാഹുവിന്റെ പ്രതിഫലം, അത് മാത്രം അവരുടെ ലക്ഷ്യം. അതോടൊപ്പം നമ്മളെ ഈ ജീവിതം ദീനിന് എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടണം ഇതുകൊണ്ട് എന്ന് ആ ഒരു അജണ്ട. അതിനുവേണ്ടി അവരെന്തും സഹിച്ചു, എന്തും തികച്ചു, സൂക്ഷ്മത പാലിച്ചു. എത്ര പണം ബഹുമാനപ്പെട്ട കെ ഉസ്താദ് നബറല്ലാഹു മർക്കദ് ഗൾഫിൽ ആദ്യം സമസ്തയ്ക്ക് വേണ്ടി പോയത് കെ ഉസ്താദ്. കെ ഉസ്താദാണ് ഈ വിഘടിത നേതാവിനെ കൊണ്ടേ പരിചയപ്പെടുത്തുന്നത് അറബികൾക്ക്. സമസ്ത ചെറുപ്പക്കാരനായിക്കോട്ടെ പറഞ്ഞിട്ട് കൊണ്ടേ പരിചയപ്പെടുത്തിയതാണ്. അങ്ങനെ അബുദാബിയിൽ ഇവർ ചെന്ന ഉടനെ തന്നെ ഒരു മദ്റൂയി കുടുംബത്തിൽപ്പെട്ട ഒരു അറബിനെ എടുത്ത് പോയിട്ട് സമസ്തക്ക് എന്തെങ്കിലും ചോദിച്ചപ്പോൾ അയാൾ ഇവിടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫായിദ ഉണ്ടത് പണി കൊണ്ടായിരുന്നു. അറബികൾ ഫായിദ, പലിശക്ക് നല്ല ഓമന പേരാ പറയും ഫായിദ. ബാങ്കിലൊക്കെ ഉള്ള പലിശ അത് വേണ്ടാന്നാണ് ഉസ്താദ് പോകുന്നത്. അങ്ങനെ 1-2 ആഴ്ച കഴിഞ്ഞ് പുസ്തകനെ കണ്ടപ്പോൾ ഇയാൾ വെച്ചില്ല, നിങ്ങൾ വേണ്ടാന്നിട്ട് നിങ്ങൾക്ക് വന്ന് പരിചയപ്പെടുത്തിയാളത് വാങ്ങിക്കൊണ്ടായല്ലോ എന്ന് പറഞ്ഞു. അന്ന് തുടങ്ങിയ പണിയാണ്. ഹറാമും ഹലാലും നോക്കാതെ മർക്കസ് കേന്ദ്രീകരിച്ച് 3000 ആൾ ഇസ്ലാമിക്ക് വരുന്നു എന്ന് അറബികൾക്ക് ലെറ്റർ കൊടുത്തു. ആ ലെറ്റർ സുന്നിയഫ്കാർ മുമ്പ് പ്രസിദ്ധീകരിച്ചതാണ്. ഓരോ കൊല്ലം 3000 ആള് മർക്കസ് കേന്ദ്രീകരിച്ച് ഇസ്ലാമിക്ക് വരികയാണ്. ഞാനൊക്കെ ദുബൈയിലെ ഔക്കാഫ് മുദീർ ഷെയ്ഖ് ഈസാ മാനേന്റെ വീട്ടിൽ പോയി. എന്റെ കൂടെ ഒരു നമ്മളെ മുസ്തഫ ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ പോയപ്പോ ഈസ പറഞ്ഞു, ഇയാളെ പറ്റി ഷെയ്ഖ് അബൂബക്കർ വലിയ ആലിമ, അയാൾ വലിയ ദായിയാണ്, ആയിരക്കണക്കിന് ആളുകൾ ഓരോ വർഷം ഇസ്ലാമിക്കയുടെ സ്ഥാപനം കേന്ദ്രീകരിച്ച് വരുന്നുണ്ട്. മുസ്തഫ പറഞ്ഞു, ഞാൻ ഒന്നും മിണ്ടില്ല. മുസ്തഫ പറഞ്ഞു, കസാബാണ് അയാൾ. പറഞ്ഞ കളവ് അങ്ങനെ ഇല്ല. ഇയാൾ ഞാനത് കണ്ടതാണ്. എങ്ങനെയാണ് കണ്ടുപോയിച്ചു, എനിക്ക് സ്വീകരണം തന്നോടെ. അപ്പൊ ഒരുപാട് ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ സ്ഥാപനം നടത്തുന്നവർക്ക് അറിയാലോ, ആളെ കൂട്ടാനുള്ള പണി സ്ഥാപനം നടത്തുന്നവർക്ക് അറിയാം. കത്തിന്റെ സ്റ്റോങ് അനുസരിച്ച് രക്ഷിതാക്കളൊക്കെ വരും, ലീവ് ഉണ്ടാക്കി വരും, കുട്ടികളെ ഭാവിയാന്ന് ഓർത്തിട്ട്. അപ്പൊ അവിടെ ഒരുപാട് ആർട്സ് കോളേജുകളും ഒരുപാട് ഫീസ് കൊടുക്കുന്ന ഭൗതിക സ്ഥാപനങ്ങൾ അതിന്റെ രക്ഷിതാക്കളൊക്കെ വിളിച്ചു വരുത്തിയിരിക്കണം. വിളിച്ചു വരുത്തിയിട്ട് സ്വീകരണം ഔക്കാഫ് മുദീറല്ലേ. എന്നിട്ട് ഇയാൾ പറയാണ്, ആ ഷെയ്ഖ് സംസാരിച്ചു, ഞാനും സംസാരിച്ചു, വേറൊരാൾ എന്തോ പറയുമ്പോൾ അയാൾ എന്നോട് സ്വകാര്യത്തിൽ പറഞ്ഞു, ഈ ഇരിക്കുന്നതിൽ അധികവും നമ്മുടെ സ്ഥാപനം വഹിച്ച് നമുക്ക് വന്നതാണ്. ഇവിടെ ഇപ്പൊ അരുള പൈസ എന്നോട് ഇങ്ങനെ സ്വകാര്യത്തിൽ പറഞ്ഞത് കണ്ട, അതൊക്കെ ഇപ്പൊ നമ്മളെ പ്രവർത്തനോട് തൊപ്പിട്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടാലല്ലേ പ്രശ്നമുള്ളൂ, കേട്ടില്ല എന്താ.
അപ്പൊ ഈസ ചോദിച്ചു, ഞങ്ങളോട് പറഞ്ഞു, ഞാൻ അയാളോട് ചോദിച്ചു എന്താ നിങ്ങൾ പരസ്യമായിട്ട് പറയാത്തത്? അയാൾ പറഞ്ഞു, ഇവിടെ പരസ്യമായി പറയാൻ പറ്റൂല, ഹുക്കൂമത്ത് നമുക്ക് എതിരാണ്, നമ്മൾ ഈ പ്രവർത്തനത്തിൽ നിർത്തിയേക്കേണ്ടിയിരുന്നു പറഞ്ഞു. അപ്പൊ കൂടുതൽ വിശ്വാസമായി. അങ്ങനെ പിന്നെ ഈസ കത്ത് കൊടുക്കുകയാണ് അറബികൾക്കൊക്കെ. ഓരോ വർഷവും ആയിരക്കണക്കിന് ആൾ ഇസ്ലാമിക്ക് വരുന്ന സ്ഥാപനം. ആ കത്താണ് സുന്നിയക്കാർക്ക് സ്ഥിരീകരിച്ചത്. ഇങ്ങനെയാണ് ഈ കോടികൾ ഉണ്ടാക്കുന്നത്. ഷാർജയില് ഉമർ ഫൈസി മുക്കർ അറബിന്റെ അടുത്തൊരു പള്ളിക്ക് വേണ്ടി ചെന്നാൽ പറഞ്ഞു, ഞങ്ങളെ കറിയില് റേസിന്റെ അയാളത്ത് പോയാൽ നല്ല പള്ളി കിട്ടുന്നു. അയാളെടുത്ത് പോയി. അയാൾ വെച്ച് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അറിയില്ല, വലിയ ദായിയാണല്ലോ, അയാളെന്നെ അറിയുന്ന പേരോടനായി പറയുന്നത്. പേരോണ്ട നാട്ടിൽ പോകാൻ നൗഷാദ് ഹസൻ എന്താ പരിപാടി എടുത്ത് എന്തായിന്ന് അറിയില്ലല്ലേ, ഈ പരിപാടിക്ക് പോയിട്ടുണ്ട്. അയാൾക്ക് മുൻമുളക്കിയതില്ല, എപ്പിസാദ് നല്ല ആളാണ്, ഇത് രണ്ടും മോശമെന്ന് പറയാനായി പോകണം നൗഷാദ് ഹസന്. അങ്ങനെ ഇയാൾ പറയാണ്, അബ്ദുറഹ്മാൻ ഇവിടെ വന്നു, ഒരു മെന്തക്ക ഒന്നായിട്ട് ഒരു ജില്ല, നമ്മൾ ജില്ല എന്ന ഏരിയ അങ്ങനെയുള്ള പറയാം, മെന്തക്ക എന്ന് പറഞ്ഞാല് ഒന്നായിട്ട് പുതുതായി അബ്ദുറഹ്മാന്റെ ദേവത്തോട് ഇസ്ലാമിക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് 21 പള്ളി പോയി അവിടുന്ന് കൊടുത്തിട്ടുണ്ട്. നല്ല ദായിയാണ്. ഇനി ഉണ്ടാക്കിയെങ്കിൽ തന്നെ 21 പള്ളി എവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്? ഉണ്ടാക്കിയെന്നുള്ളത് വേറെ വിഷയം. എവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാകുക? സമാധാനത്തോടുകൂടി മുസ്ലിങ്ങൾ ജീവിക്കുന്ന മഹലിൽ ഛിദ്രത ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന മസ്ജിദുൽ ദിറാർ, അതൊക്കെയാണ് ഇവരുടെ ദേവത. ഇതൊക്കെ നമ്മൾ വെറുതെ അവിടെ പറയില്ല. ഇത് നമ്മൾ കുന്നമംഗലത്തും കുറ്റ്യാടിയിലൊക്കെ ഞാൻ നേരെ പോയി പ്രസംഗിച്ച കാര്യങ്ങളത്. മറുപടി തന്നെ പറഞ്ഞിട്ടില്ല, അറബിന്റെ പേര് വരെ പറഞ്ഞു കൊടുക്കാൻ കഴിയും, പക്ഷെ ചോദിക്കാനും പറ്റും. ഈ രീതിയിൽ നേരെ മറിച്ച് നമ്മളെ മാനുസ്താദ് വഫാത്താന്നതിന്റെ കുറച്ച് 2-3 വർഷം മുമ്പ് ഷാർജയിലുള്ള ഒരു കുഞ്ഞുട്ടി മുസ്ലിയാരുണ്ട്, അവിടുത്തെ ദേവയുടെ പ്രസിഡന്റ് ആയിരുന്നു. അയാൾ പറയാണ്, മാനുസ്താദിന്റെ മാനം കെടുത്തി. മാനുസ്താദിന്റെ ദാർനജാത്തിന് വേണ്ടി അവിടെയുള്ളൊരു അറബിയല്ല ഭീമാ ബഷീറിന്റെ അടുത്ത് പോയി. വലിയ ബിസിനസ്സുകാരനാ, വലിയ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് വലിയ പദ്ധതി അവതരിപ്പിച്ചാൽ അവരെന്തെങ്കിലും തരുള്ളൂ. അങ്ങനെ മാനുസ്താനെ ഇരുത്തിക്കൊണ്ട് കുഞ്ഞുട്ടിസിലെ വിഷയം അവതരിപ്പിച്ചു. 100 കണക്കിന് എത്തിയും കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് ദാറുന്നജാത്ത്, അതിന്റെ ആവശ്യത്തിന് വലിയ പദ്ധതിക്ക് വന്നതാണ്. ഉടനെ മാനുസ്താ പറഞ്ഞത്ര കുഞ്ഞുട്ടിലെ ഇനി ഞാൻ പറഞ്ഞോളാം എന്നിട്ട് പറഞ്ഞു, അവിടെ ആകെ 50 ചില്ലാനും കുട്ടികളൊക്കെ ഉള്ളൂ, ഏകദേശം കുട്ടികൾക്ക് ചെലവ് ഇനി ഒരു കുറഞ്ഞ കുട്ടികൾക്ക് ഒരു 5-10 കുട്ടികളുടെ ചെലവിന്റെ ആവശ്യം പാടുള്ളൂ എന്ന് മാനുസ്താ തിരുത്തി. നമ്മൾ ഉസ്താദന്മാരൊക്കെ ഇങ്ങനെയാണ്. ഞാൻ ദുബായിലിരിക്കാൻ നിൽക്കുമ്പോൾ ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങളൊരു ഉസ്താദാണല്ലോ, ഈ തങ്ങന്മാർക്കും മൂല്യന്മാർക്കൊക്കെ മരിച്ചു പോകേണ്ടി വെച്ചു. ഞാൻ എന്ത് സംഭവം എന്താന്ന് ചോദിച്ചു. അല്ല, ആ മലപ്പുറത്തുള്ള ആ സ്ഥാപനത്തിൽ എത്ര കുട്ടികളാണെന്ന് എനിക്കറിയാം, ഞാൻ അവിടെ ഇടക്കൊക്കെ പോണതാണ്. മയത്തിനെ കുറിച്ചാ പറയുന്നത്. ഓരോ സ്ഥലത്തും വന്നുങ്ങാണ്ട് 1000കണക്കിന് കുട്ടികളെ സ്പോൺസർ ചെയ്താണല്ലോ ഈ പോണത്. ഇതൊക്കെ എവിടേക്കായി കൊണ്ടുപോകണത് അതിനോട് ചോദിച്ചതാ. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, നിങ്ങൾ അവിടെ തന്നെ പോയി ചോദിച്ചു നോക്കണം തന്നെയാണ്. രണ്ടും തന്നെ വല്ല കടൽ ഷോപ്പൊക്കെ ഉണ്ടാകുമ്പോഴേക്ക് ബോട്ടുകൾ തകരുമ്പോ ബേജാറാകാണ്, ഒരാളായി മാറുകയാണ് അധിക ബോട്ട്. ഈ രീതിയിൽ സമുദായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞ് തടിച്ച് കൊഴുത്ത് സുഖിച്ച് ചിലർ ജീവിക്കാം. അല്ലാത്തവരൊക്കെ സുന്നത്യമായത്തിന്റെ പ്ലാറ്റ്ഫോമിൽ പുറത്തും. ഇതൊന്ന് സമൂഹം മനസ്സിലാക്കി സമസ്തയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. സമസ്ത അജയ്യമാണ്. നമ്മുടെ നേതാക്കൾ വളരെ സൂക്ഷ്മതയുള്ളവരാണ്. അവരുടെ പ്രവർത്തനം മുഴുവൻ ഇഖ്ലാസാണ്. നമ്മൾ സുന്നികളുടെ വിശ്വാസം മഹാന്മാരും നമ്മുടെ ശഫാഅത്ത് ചെയ്യുമെന്ന് തന്നെയാണ്. നമ്മുടെ നേതാക്കൾ മീഡിയകളിൽ വഷളായവരല്ല, പോലീസ് കേസ് ഉള്ളവരല്ല, അതുപോലെ മറ്റ് അശ്ലീലമായ ഇടപെടലുകൾ ഒന്നും ഉള്ളവരല്ല. ശുദ്ധരാണ് നമ്മുടെ നേതാക്കൾ. ഇൻഷാ അല്ലാഹ് അവർ തീർച്ചയായും നാളെ മഹാനായ ശംസുൽമയും കണ്ണിയത്ത് ഉസ്താദും കാളമ്പാടി ഉസ്താദും ഒക്കെ ഹൈദറസ് ഉസ്താദും ബാബുട്ടിയേജി അടക്കമുള്ള നമ്മുടെ ഉമറാക്കളും ഉലമാക്കളൊക്കെ പോവുകയാണെങ്കിൽ നമ്മളെ കുട്ടികളാണെന്ന് പറഞ്ഞ് നമ്മളെ കൈ പിടിച്ചു കൊണ്ടുപോകുന്ന വിശ്വാസം തന്നെയാണ് നമുക്കുള്ളത്. അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് മക്കളെ, 90ാം വാർഷികം വരെയാണ്, ആലപ്പുഴയിലാണ് നടക്കുന്നത്. തെക്കൻ കേരളത്തിൽ സമസ്തയുടെ വേരോട്ടം കുറവാണ്. നമ്മൾ വടക്ക് ഭാഗത്ത് ഒരുപാട് സമ്മേളനങ്ങൾ നടത്തി സമസ്ത ശക്തമാണ്. തെക്കൻ ഭാഗങ്ങളിൽ ദക്ഷിണ കേരള ജമാഅത്തുൽ ഉലമയാണ് ഉള്ളത്, ഒരു സംഘടന. അവിടെ തെബിരി ജമാഅത്തിന് ഇടപെടൽ കാര്യമായിട്ടുണ്ട്. അതുകൊണ്ട് ദക്ഷിണ ഏകദേശം സമസ്തയോട് യോജിക്കുന്ന സംഘടനയായതുകൊണ്ട് മുസ്ലിം കൂട്ടായ്മകൾ യോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദും ആലിക്കുട്ടി ഉസ്താദ് ബാദി ഉസ്താദ് വാപ്പോജാക്കാർ അഭിപ്രായം പറഞ്ഞാൽ അതന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് തന്നെയാണ്. വടുതല മുസ്ലിം സിരാരും അതുപോലെ തൊടിയൂരോ അടക്കലും തൊടിയൂരൊക്കെ പറഞ്ഞു. അവർ നമ്മളെ പറഞ്ഞാൽ ഇപ്പം എവിടെയും പറയുള്ളൂ, അതിലപ്പുറമൊന്നും പറയണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ദക്ഷിണ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ വല്ലാതെ കടന്നുകയറ്റം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ കാര്യം അപകടമാണ്. ഈ വിഘടിതര് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ അവിടെ പോയി പിടിച്ച് മഹല്ലുകളൊക്കെ തിരിച്ച്
വളരെ മോശമായ അതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് തെക്കൻ മേഖലകളിൽ. അതുകൊണ്ട് സമസ്തയുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയൽ അനിവാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ 50 ആർപിമാരില്ലേ, 40 ആർപിമാരെ വെച്ചുകൊണ്ട് ഓരോ മഹല്ലത്തുകളിൽ വ്യവസ്ഥാപിതമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് സമ്മേളനത്തിന് മുമ്പ് തന്നെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ ഈ സമയത്ത് മുസ്ലിങ്ങൾ സംഘടിക്കൽ അനിവാര്യമായ ഒരു കാലമാണ്. നമ്മുടെ ശക്തി സമൂഹത്തിനെ ബോധ്യപ്പെടുത്തൽ വളരെ അത്യാവശ്യമായ ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ആ സമ്മേളനം എന്തുകൊണ്ടും പ്രസക്തമാണ്, അത് വിജയിപ്പിക്കൽ അനിവാര്യമാണ്. തെക്കൻ കേരളത്തിലെ മഹല്ലുകൾ സമസ്തയുടെ കീഴിൽ കൊണ്ടുവരൽ വളരെ അത്യാവശ്യമായതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം സമ്മേളനം നടക്കുന്നത്. അതുകൊണ്ട് അതിനാവശ്യമായ എന്തെങ്കിലും ഒരു നല്ല പദ്ധതി ജിദ്ദയിൽ ഏറ്റെടുക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനടുത്ത് തന്നെ വേണമെങ്കിൽ നമ്മുടെ പല നേതാക്കൾ ഇവിടെ ഉണ്ട്, ഹജ്ജിന് വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഷാവറ പിന്നെ വില്യാപ്പള്ളി ഇബ്രാഹിം സിരിയരുണ്ട്, സമദ് സാഹിബും അതുപോലുള്ള പുത്തനഴി തുടങ്ങിയുള്ള ഒരുപാട് നാസർ ഫൈസി കൂടത്തെ അടക്കമുള്ള SYSന്റെയും SKSFന്റെയും ഒക്കെ ഒരുപാട് നേതാക്കളുണ്ട്. ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ അടുത്തടുത്ത ദിവസം ഇങ്ങനെ പോകാൻ തുടങ്ങും. ഹജ്ജ് കഴിഞ്ഞൊരു ദിവസം തന്നെ വേണമെങ്കിൽ കൂടി ഒരു സോസംഗൊക്കെ ഉണ്ടാക്കിയാൽ മക്കയിലും ജിദ്ദയിലും മദീനയിലൊക്കെ ചെയ്തതുപോലെ സോസംഗം ഉണ്ടാക്കി നമ്മുടെ പ്രവർത്തനം സജീവമാക്കാൻ കഴിയും. അതുകൊണ്ട് അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയ്ക്ക് വേണ്ടി സജീവമായി പ്രവർത്തിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളെ ഒഴിവും ആരോഗ്യവും നാളെ ചോദ്യം ചെയ്യപ്പെടുമല്ലോ. നിങ്ങൾക്ക് ഇവിടെയാണ്, അതുകൊണ്ട് ഇവിടെയുള്ള ഒഴിവും ആരോഗ്യം സമസ്തയ്ക്ക് വേണ്ടി, അതാണ് ഇതിന്റെ ഹക്ക്, അതിലൊരു സംശയമില്ല. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാണ്, നാട്ടിലത്തെ മാതിരിയല്ല. അതൊക്കെ കഴിയുന്നതൊക്കെ അനുകൂലമാക്കിക്കൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, വലിയ ത്യാഗമാണ് ചെയ്യുന്നത്. അതിൽ അള്ളാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. നമ്മളെല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തരുമാറാവട്ടെ. ഈ വർഷം ഹജ്ജ് ഉദ്ദേശിച്ച എല്ലാവർക്കും മഖ്ബൂൽ മബ്റൂറുമായ ഹജ്ജ് സിയാറത്ത് നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മളൊക്കെ അള്ളാഹു ഇതുപോലെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചിട്ട് തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു.